ഉത്തരമായി ദൈവമാണ് തന്നെ വഴി കാണിച്ചു കൊടുത്തത്. ഏത് വഴിയാണ് പോകേണ്ടത് എന്ന് അബ്രഹാമിനോട് പറഞ്ഞില്ല, പക്ഷേ ദൈവം നിരന്തരമായിട്ട് അബ്രഹാമിന് വഴി പറഞ്ഞു കൊടുത്തിരുന്നു എന്ന് നമുക്കറിയാം. 12-ാം അധ്യായം. പിന്നീട് നമ്മൾ കണ്ടത് അബ്രഹാമിന്റെ ജീവിതത്തിൽ വന്നതായിരിക്കുന്ന ഏറ്റവും വലിയ പരാജയമാണ് താൻ മിസ്രൈമിലേക്ക് കടന്നുപോയി എന്നുള്ളത്. നമ്മൾ അതിനുള്ള ബന്ധത്തിൽ ബാക്ക് സ്ലൈഡിങ്ങിന്റെ വിവിധമായിരിക്കുന്ന വശങ്ങളെക്കുറിച്ച് അബ്രഹാമിന്റെ ജീവിതത്തിലുള്ള ബന്ധത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. നമ്മൾ കണ്ടു ബാക്ക് സ്ലൈഡിങ് ഈസ് ഓൾവേസ് സ്ലോ ആൻഡ് ഇൻ സ്റ്റേജസ്. വളരെ പെതിയാണ്. നമ്മളിവിടെ 12-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ അതിനു മുമ്പ് തന്നെ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, 7-ാം വാക്യത്തിൽ നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് ദൈവം പറഞ്ഞെങ്കിലും, ഷേഖേമിൽ വെച്ച് പറഞ്ഞെങ്കിലും അബ്രഹാം വീണ്ടും യാത്ര ചെയ്തു, തെക്കോട്ട് യാത്ര ചെയ്തു, ഈജിപ്തിന്റെ അടുക്കിലേക്ക് പോയി, അവസാനം ഈജിപ്തിലേക്ക് കടക്കുവാനായിട്ടിടയായി. അപ്പം നമ്മൾ കണ്ടു ബാക്ക് സ്ലൈഡിങ് ഇസ് ഓൾവേസ് സ്ലോ ആൻഡ് ഇൻ സൗകര്യമുള്ളപ്പോൾ വരും, പിന്നെ കുറെ കഴിയുമ്പോൾ ആൾ ആക്റ്റീവ് ആകത്തില്ല. അങ്ങനെയുള്ളതായിരിക്കുന്ന ബാക്ക് സ്ലൈഡിങ് എന്ന് പറയുന്നത് അവർക്ക് പോലും മനസ്സിലാക്കാനായിട്ട് പ്രയാസമാണ്. ഇറ്റ്സ് ഓൾവേസ് വെരി സ്ലോ ആൻഡ് ഇൻ സ്റ്റേജസ് ആൻഡ് ദെൻ ഫൈനലി ഔട്ട് ഓഫ് ഗോഡ്സ് വിൽ. അബ്രഹാം താൻ കൂടാരം നീക്കി 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 ഈജിപ്തിന്റെ അടുക്കിലേക്ക് വന്നു. ഒരു ക്ഷാമമുണ്ടായി, കഠിനമായിരുന്നു ക്ഷാമം. പെട്ടെന്ന് അബ്രഹാം എന്ത് ചെയ്തു? ഈജിപ്തിലേക്ക് പോയി. എളുപ്പമാർഗമായിരുന്നു ഈജിപ്തിലേക്ക് പോകാൻ. ഈജിപ്തിലേക്ക് പോയപ്പോൾ അബ്രഹാമിന്റെ ജീവിതത്തിൽ വന്നതായിരിക്കുന്ന പരാജയങ്ങൾ നമ്മൾ നാളെ കണ്ടു. ഒന്ന്, മോറൽ ഫെയിലിയർ. അബ്രഹാമിന് അറിയാമായിരുന്നു ഈജിപ്തിലേക്ക് പോവുകയാണെങ്കിൽ തൻ്റെ ഭാര്യ സാറായിയെ അവർ കാണുകയും സാറായിയെ സംരക്ഷിച്ചിട്ട് അബ്രഹാമിനെ കൊല്ലാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു കള്ളം, സാഹചര്യത്തിൽ രക്ഷപ്പെടാനായിട്ടൊരു കള്ളം പറയണം എന്ന് അബ്രഹാം തീരുമാനിച്ചു. അതുപോലെ ഫെയിലിയർ ഓഫ് ഫാമിലി ആൻഡ് സോഷ്യൽ റിലേഷൻഷിപ്സ്. അബ്രഹാമിന്റെ ജീവിതത്തിൽ വന്ന ഏറ്റവും വലിയൊരു പരാജയമാണ് സാറായിക്ക് ഫറവോന്റെ അരമനയിലേക്ക് പോകേണ്ടതായിട്ട് ഇവിടെ ഫറവോൻ തന്നെ പറഞ്ഞു, ഞാൻ അവളെ ഭാര്യയായിട്ട് എടുക്കാനായിട്ട് മുഖാന്തരമായി തീർന്നു. എന്ന് വെച്ചാൽ ചില നാളുകളെങ്കിലും ഫറവോന്റെ അരമനയിൽ ഭാര്യയായിട്ട് സാറയ്ക്ക് ജീവിക്കാൻ ആവശ്യം വന്ന് കാണാൻ സാധ്യതയുണ്ട്. കാര്യം നമ്മൾ ഈ ഭാഗം വായിച്ചാൽ അറിയാം, ആ നാളുകളിൽ ദൈവം ഫറവോനെ ദണ്ഡിപ്പിക്കുന്നുണ്ട്. അതുപോലെ അബ്രഹാമിന് ധാരാളം സമ്മാനം ഫറവോൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ചെയ്യാനായിട്ട് അല്പസമയം വേണമല്ലോ, അല്ലേ? അപ്പൊ കുറച്ച് നാളുകളെങ്കിലും ഈ സാറായി ഫറവോന്റെ അരമനയിൽ ഫറവോന്റെ ഭാര്യയായിട്ട് ജീവിച്ചു കാണും എന്നാണ് പഠിതാക്കൾ വേദ പണ്ഡിതന്മാർ അവരങ്ങനെയാണ് വിശ്വസിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ശരിയാണ് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ വലിയ ഒരു ഫാമിലി ഫെയിലിയർ of family and social relationships. Then using the circumstance for personal benefit. നമുക്കറിയാം ആ നാളുകളിൽ അബ്രഹാം ഈ സിറ്റുവേഷനിൽ ഇരിക്കുമ്പോൾ തന്നെ ഫറവോന്റെ നിന്ന് കുറേയേറെ സമ്മാനമൊക്കെ വാങ്ങിച്ചു. അതുപോലെ തന്നെ ഫറവോനെ ദൈവം ദണ്ഡിപ്പിക്കാനിടയായി. ഡാമേജ് ടു ഇന്നസെന്റ് പീപ്പിൾ. ഫറവോൻ അറിയാതെയാണല്ലോ, അല്ലേ? അപ്പം തന്നെ ദണ്ഡിപ്പിക്കാനിടയായി. അപ്പോൾ ബാക്ക് സ്ലൈഡിങ് എന്ന് പറയുന്നത് കേവലം അവർക്ക് മാത്രമല്ല, ഇറ്റ് ഹാസ് സോഷ്യൽ, ഫാമിലി, ഇറ്റ് ഹാസ് അത്ര റാമിഫിക്കേഷൻ, ഇംപ്ലിക്കേഷൻ ഉള്ളതായിരിക്കുന്ന ഒരു സംഭവമാണ് ബാക്ക് സ്ലൈഡിങ് എന്ന് പറയുന്നത്. യു ക്യാൻ ഗോ. അബ്രഹാമിനെ സംബന്ധിച്ച് അബ്രഹാമിന്റെ ജീവിതത്തിലെ ഏറ്റവും കറുത്ത അധ്യായമായിട്ട് നമുക്കത് കാണാനായിട്ട് സാധിക്കും. നമ്മൾ പഠിച്ചതാണ് ഈ കാര്യങ്ങൾ നമുക്ക് തരുന്നത് നമ്മുടെ ജീവിതത്തെ ശോധന ചെയ്യാനായിട്ട്. നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് നാം ആയിരിക്കുന്നത്? ആർ വി സ്ട്രേറ്റ് വിത്ത് ഗോഡ്? ദൈവവുമായിട്ട് നമ്മുടെ അവസ്ഥ എന്താണ്? നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ എന്താണ്? നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്നറിയാനായിട്ട് നമ്മൾ ഇനിയിപ്പോൾ 12-ാം അധ്യായത്തിലേക്ക് നമ്മൾ പോകുന്നില്ല, 13-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരാനായിട്ട് പോകുകയാണ്. 12-ാം അധ്യായം അവസാനിക്കുന്നത് ഇങ്ങനെയാ. 20-ാമത്തെ വാക്യം മോനെ ഒരു കൊടുക്കാമോ? വായിക്കാം. ഹി വിൽ റീഡ് ഇറ്റ്. ഓക്കെ. 20-ാമത്തെ വാക്യം 12-20. ഫറവോൻ അവനെ കുറിച്ച് തന്റെ ആളുകളോട് കൽപ്പിച്ചു, അവർ അവനെയും അവന്റെ ഭാര്യയും അവനുള്ള സകലവുമായി പറഞ്ഞയച്ചു. നമ്മൾ അവിടെയാ നിർത്തിയത്. ഇനി നമ്മൾ 13-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 4 വാക്യങ്ങൾ നമ്മൾ നോക്കിയാൽ അബ്രഹാമിന്റെ മടങ്ങിവരവാണ് നമ്മൾ കാണുന്നത്. അബ്രഹാമിന്റെ ദ റിട്ടേൺ ഓഫ് അബ്രഹാം. അപ്പൊ അബ്രഹാമിന്റെ ജീവിതത്തിൽ അബ്രഹാം ഒരു
ദൈവ മകനായിരുന്നു എന്ന് കാണിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് എന്താ അറിയാമോ? അബ്രഹാമിന് മനസ്സിലായി, അഥവാ അതിന് സാഹചര്യം ഉണ്ടായി. ദ ഫസ്റ്റ് ഇൻസ്റ്റൻസിൽ അബ്രഹാം മടങ്ങിപ്പോന്നു. അത് നമ്മൾ 12-ാം അധ്യായത്തിൽ കണ്ടേ. 12-ാം അധ്യായം 20-ാം വാക്യത്തിൽ ദ ഫസ്റ്റ് ഇൻസ്റ്റൻസ് അബ്രഹാം കെയിം ഔട്ട് ഓഫ് ഈജിപ്റ്റ്. പക്ഷെ അതുകൊണ്ട് മാത്രമല്ല, 13-ാം അധ്യായം നമ്മൾ വായിച്ചാൽ അവിടെ നമ്മൾ കാണുന്നുണ്ട് അബ്രഹാമിന്റെ ഫുൾ റീസ്റ്റോറേഷൻ. അബ്രഹാം പൂർണ്ണമായിട്ട് താൻ 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 യഥാസ്ഥാനപ്പെട്ടു എന്ന് കാണാനായിട്ട് കഴിയും. 3-ാമത്തെ വാക്യം എന്ന് വായിച്ചാൽ, 3-ാമത്തെ വാക്യം. അവൻ തന്റെ യാത്രയിൽ തെക്കു നിന്ന് ബഥേൽ വരെയും ബഥേലിന് ഹായിക്കും മധ്യേ തനിക്ക് ആദിയിൽ കൂടാരമുണ്ടായിരുന്നതും താൻ ആദിയിൽ ഉണ്ടാക്കിയ യാഗപീഠവും ഇരുന്നതായ സ്ഥലം വരെയും ചെന്നു. അപ്പൊ അബ്രഹാമിനെ സംബന്ധിച്ച് അബ്രഹാം ആദിയിൽ എവിടെ നിന്ന് പോയോ നമ്മളിവിടെ കാണുന്നുണ്ടല്ലേ. ഞാൻ കാണിച്ചു തരാം. അബ്രഹാം യാത്ര തിരിച്ചത് ഇവിടെ നിന്നാണ്. ഷേഖേം കാണാമല്ലേ. ഷേഖേമിൽ വന്നപ്പോഴാണ്, ഷേഖേമിന്റെ പ്രത്യേകത എന്താണെന്ന് നമുക്കറിയാം. അവിടെ വെച്ചാണ് ദൈവം അബ്രഹാമിനോട് പറയുന്നത്, ഞാൻ ഈ ദേശം നിനക്ക് തരാം എന്ന് പറഞ്ഞു. അപ്പോൾ ഷേഖേം അബ്രഹാമിന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം. അതുവരെയും അബ്രഹാമിനോട് പറഞ്ഞു, ഏതാണ്ട് 1500 കിലോമീറ്റർ ഈ മനുഷ്യൻ നടന്നു വന്നിട്ട് എവിടെയാ ദൈവം തന്നെ വിളിച്ചതെന്ന് അബ്രഹാമിനോട് ദൈവം പറഞ്ഞില്ല. 1500 കിലോമീറ്ററോളം താൻ 1600 കിലോമീറ്ററോളം താൻ നടന്നു. എന്നിട്ടും എന്ന് വെച്ചാൽ ഊരിൽ നിന്നും ഹാരാനിലേക്ക് ഏതാണ്ട് 960 കിലോമീറ്റർ, അവിടെ നിന്ന് ഷേഖേമിലേക്ക് ഉണ്ട് 640 കിലോമീറ്റർ, ഏതാണ്ട് 1500 കിലോമീറ്റർ അധികം താൻ യാത്ര ചെയ്തിട്ടാണ് ഷേഖേമിൽ വന്നത്. അതുവരെ ദൈവം അവനോട് പറഞ്ഞില്ല എവിടേക്കാണ് പോകുന്നതെന്ന്. എന്നാൽ ഷേഖേമിൽ വന്നപ്പോൾ ഷേഖേമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 12-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടതാണ്. അവിടെ വെച്ച് ദൈവം അവനോട് പറഞ്ഞു, ഇതാണ് ഞാൻ നിനക്ക് തരാൻ പോകുന്ന സ്ഥലം എന്ന് പറയാനായിട്ട് ഇടയായി. ഇനി അവിടെ നിന്നാണ് അബ്രഹാം പോയി താൻ ഈജിപ്തിലേക്ക് വേണ്ട ഈ യെല്ലോ ലൈൻ ഈജിപ്തിലേക്ക് വന്നു. അവിടെ ഈജിപ്തിൽ കുറച്ച് ദിവസം താമസിച്ചു. അതിനുശേഷം താൻ തിരിച്ച് വീണ്ടും അതേ സ്ഥലത്ത് തന്നെ ബേഥേൽ ആയിലേക്ക് പോയി എന്നുള്ളതാണ്. അപ്പൊ അബ്രഹാമിന്റെ റീസ്റ്റോറേഷൻ വാസ് ആബ്സല്യൂട്ട്ലി ഫുൾ ആൻഡ് കംപ്ലീറ്റ്. പക്ഷേ നമുക്ക് തോന്നും അത് അത്ര കുഴപ്പമില്ലല്ലോ എന്ന് ഓർക്കും. പക്ഷേ അതിന്റെ നമ്മുടെ ബാക്ക് സ്ലൈഡിങ്ങിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ബാക്ക് സ്ലൈഡിങ്ങിൽ വന്നാൽ ഇറ്റ് വിൽ ക്രിയേറ്റ് സം വൂണ്ട്സ്, ഇറ്റ് വിൽ ക്രിയേറ്റ് സംതിങ്. അത് ഒരിക്കലും മാറത്തില്ല. അബ്രഹാമിന്റെ ജീവിതത്തിൽ മാറുമോ? അത് ഒരിക്കലും തന്റെ ഭാര്യയോടുള്ള ബന്ധത്തിൽ താൻ ഫറവോന്റെ ഭവനത്തിലേക്ക് പോയതും അതെല്ലാം അബ്രഹാമിന്റെ ജീവിതത്തിൽ തനിക്ക് സംഭവിച്ചതെല്ലാം അവിടെ തന്നെ നിൽക്കും. പക്ഷേ ഹി ഹാഡ് എ ഫുൾ റീസ്റ്റോറേഷൻ. അതാണ് നമ്മളിവിടെ കാണുന്നത്. ഈജിപ്തിൽ നിന്ന് ഹി കെയിം ബാക്ക് ടു ബേഥേൽ ആൻഡ് ആയി. ബേഥേൽ ആയിയെ കുറിച്ച് നമുക്ക് അല്പം കൂടെ മുമ്പോട്ട് പോകുമ്പോൾ പഠിക്കാം. 13:1 വായിച്ചാട്ടെ. ഇങ്ങനെ അബ്രഹാം ഭാര്യയും അവനുള്ളതൊക്കെയും അവനോടുകൂടെ ലോത്തും മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് തെക്കേ ദേശത്ത് വന്നു. മിസ്രൈമിൽ പുറപ്പെട്ട് തെക്കേ ദേശം, കനാന്റെ തെക്കേ ദേശം. ആ സ്ഥലത്തിന് ബൈബിളിൽ തന്നെ നെഗേവ് എന്നും പറയും. ഇപ്പോഴും ആ സ്ഥലത്തിന് നെഗേവ് എന്ന് വെച്ചാൽ അവിടെയുള്ളതായിരിക്കും മൗണ്ടനസ് ഏരിയയ്ക്ക്, ആ ഏരിയയ്ക്ക് മുഴുവൻ പറയുന്നത് നെഗേവ് എന്ന്, അഥവാ സൗത്ത് ഓഫ് കനാൻ. ബോർഡർ ഓഫ് ഈജിപ്റ്റ് ആൻഡ് കനാൻ ആണ്. ഇറ്റ്സ് എ ഡെസേർട്ട് ആൻഡ് മൗണ്ടനസ് ഏരിയ. 2 വായിച്ചാട്ടെ. കന്നുകാലി, വെള്ളി, പൊന്ന് ഈ വകയിൽ അബ്രഹാം ബഹുസമ്പന്നനായിരുന്നു. മതി. അപ്പോൾ അന്നത്തെ കാലത്ത്, ആ കാലഘട്ടത്തിൽ ഈജിപ്തിലെ ധാരാളം കന്നുകാലികളും പൊന്നും ഉണ്ടായിരുന്നു. പൊന്ന് അവർക്ക് അവിടെ തന്നെ കുഴിച്ചെടുക്കുമായിരുന്നു, പൊന്ന് ഈജിപ്തില്. പക്ഷെ വെള്ളി അന്ന് സുലഭമായിരുന്നില്ല എന്നാ പറയുന്നത്. അന്ന് വെള്ളിയായിരുന്നു. ഇന്ന് നമുക്കറിയാം വെള്ളിയെക്കാട്ടി വളരെ വിലയുള്ളതാണ് പൊന്ന്. അന്നത്തെ കാലത്ത് വെള്ളി അവർക്ക് അവൈലബിൾ ആയിരുന്നില്ല. ഇറ്റ് ഹാഡ് ടു ബി ഇമ്പോർട്ടഡ്. So Abraham was very rich in cattle, in silver and in gold. ധാരാളം പൊന്ന്, വെള്ളി, കന്നുകാലി, ഇവ കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇനി 13:3 വാക്യം. അവൻ തന്റെ യാത്രയിൽ തെക്ക് നിന്ന് ബഥേൽ വരെയും ബഥേലിന് ഹായിക്കും മധ്യേ തനിക്ക് ആദിയിൽ കൂടാരമുണ്ടായിരുന്നതും താൻ ആദിയിൽ ഉണ്ടാക്കിയ യാഗപീഠവും ഇരുന്നതുമായ സ്ഥലം വരെയും ചെന്നു. ഇവിടെ നമ്മൾ കാണുന്ന 2 സ്ഥലങ്ങളുണ്ട്. ഒന്ന് ബേഥേൽ, 2 ഹായി. ബേഥേലിനെ കുറിച്ച്, ബേഥേൽ വളരെ രസകരം, നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു പേരാണെങ്കിലും അത് അല്പം രസകരമായിരിക്കും, അഥവാ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു സ്ഥലമാണ്, പ്രത്യേകിച്ച് പഴയ നിയമത്തിൽ.
ബേഥേൽ ഈസ് അബൌട്ട് 16 to 90 kilometers ഫ്രം ജെറൂസലേം. ജെറുസലേമിന് അടുത്തുള്ള സ്ഥലം. അപ്പം അബ്രഹാം, ഇവിടെ പടമുണ്ടല്ലോ, അബ്രഹാം തിരിച്ച് താൻ ആദിയിൽ ആയിരുന്ന എന്ന് വെച്ചാൽ ഷേഖേമിന് അടുത്തുള്ളതായിരിക്കുന്ന ബേഥേൽ ഓർ ആയിക്ക് മധ്യയിലേക്ക് താൻ കടന്നു വന്നു. ദാറ്റ് ഈസ് റൈറ്റ് ഇൻസൈഡ് ഗോഡ്സ് വിൽ. അവിടേക്ക് താൻ കടന്നു വന്നു എന്നുള്ളതാണ്. ഇനി ബേഥേൽ വാസ് നോൺ ആസ് ലൂസ്. അത് നമുക്കറിയാം അല്ലേ, ലൂസ് ആയിരുന്നു അതിൻ്റെ ആദ്യത്തെ ആ സ്ഥലത്തിൻ്റെ പേര്. ജേക്കബ് ആണ് ആ സ്ഥലത്തിന് ബേഥേൽ എന്ന് പേര് കൊടുത്ത്. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിൽ നമുക്കത് ഇനി പഠിച്ചു പോകുമ്പോൾ ആ വിഷയത്തെക്കുറിച്ച് പഠിക്കാനായിട്ട് സാധിക്കും. ജേക്കബ് ഗേവ് ദ നെയിം ബേഥേൽ. ബേഥേൽ എന്ന വാക്ക് 60-ലധികം പ്രാവശ്യം പഴയ നിയമത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യെരുശലേം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സ്ഥലത്തിന്റെ പേരാണ് ബേഥേൽ. യെരുശലേം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സ്ഥലത്തിന്റെ പേരാണ് ബേഥേൽ. എന്നാൽ ബേഥേൽ എന്ന വാക്ക് പുതിയ നിയമത്തിൽ ഇല്ല എന്നുള്ളതാണ്. ഇറ്റ് ഇസ് നോട്ട് ഇൻ ദ ന്യൂ ടെസ്റ്റ്മെന്റ്. പഴയ നിയമത്തിൽ മാത്രമേ നമുക്ക് ബേഥേൽ കാണാനായിട്ട് സാധിക്കൂ. നമ്മൾ അനേക പ്രാവശ്യം ബേഥേൽ എന്നുള്ള വാക്ക് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മുടെ വിചാരം അത് എല്ലായിടത്തും ഉണ്ടെന്ന്. പക്ഷേ പഴയ നിയമത്തിലേ ഉള്ളൂ, പുതിയ നിയമത്തിൽ ആ വാക്ക് കാണാനായിട്ട് സാധിക്കത്തില്ല. ബേഥേൽ എന്ന വാക്കിന്റെ അർത്ഥം ഹൗസ് ഓഫ് ഗോഡ് എന്നാം, ദൈവത്തിന്റെ ഭവനം എന്നാം. എന്നാൽ പിന്നീട് നമ്മൾ ദൈവവചനത്തിൽ ഈ സ്ഥലത്തിന് വേറൊരു പേരുണ്ട്. ആ സ്ഥലത്തിന്റെ പേരാണ് ബെത്ത് അവൻ. ബെത്ത് അവൻ എന്നൊരു സ്ഥലം, ദാറ്റ് ഈസ് ഹൗസ് ഓഫ് വിക്കറ്റ്നസ്. സോ ഹൗസ് ഓഫ് ഗോഡ് ആയിരുന്നു ഇത് ബേഥേൽ. പക്ഷേ ദെൻ ലേറ്റർ prophets called it as Beth Aven. ഹോശിയ പ്രവചനത്തിൽ നമുക്കത് കാണാനായിട്ട് കഴിയും. മറ്റു പല സ്ഥലത്തും ബേത്ത് അവൻ തന്നെ എഴുതിയിട്ടുണ്ട്. ഹോശിയ പ്രവചനത്തിൽ വളരെ കൃത്യമായിട്ട് കാണാൻ കഴിയും. വേണമെങ്കിൽ നമുക്ക് ഹോശിയ പ്രവചനം 4-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം ഒന്ന് വായിക്കാം. ഹോശിയ 4:15. ഇസ്രായേലെ, നീ പരസംഗം ചെയ്താലും യഹൂദ അപരാധം ചെയ്യാതിരിക്കട്ടെ. നിങ്ങൾ ഗിൽഗാലിലേക്ക് ചെല്ലരുത്, ബേത്ത് അവനിലേക്ക് കയറിപ്പോകരുത്. യഹോവയാണ് എന്ന് സത്യം ചെയ്യുകയും അരുത്. 10:5 വായിക്കാമോ? 10:5. അതെ. ശമരിയ നിവാസികൾ ബേത്ത് അവനിലെ കാളക്കുട്ടിയെക്കുറിച്ച് പേടിക്കുന്നു. അതിലെ ജനം അതിനെക്കുറിച്ച് ദുഃഖിക്കുന്നു. അതിന്റെ പൂജാരികൾ അതിനെക്കുറിച്ചും അതിന്റെ മഹത്വം അതിനെ വിട്ടുപോയതുകൊണ്ട് അതിനെക്കുറിച്ച് വിറയ്ക്കുന്നു. അപ്പൊ ബേഥേൽ എന്ന വാക്കിന്റെ അർത്ഥം ഹൗസ് ഓഫ് ഗോഡ് അഥവാ ദൈവത്തിന്റെ ഭവനം എന്നുള്ളതായിരുന്നു. പക്ഷേ ലേറ്റർ ചരിത്രത്തിൽ പിന്നീട് നമ്മൾ ദൈവവചനം വായിച്ചു വരുമ്പോൾ ആ സ്ഥലത്തിന്റെ പേര് ദൈവത്തിന്റെ ഭവനം എന്നുള്ളത് ദൈവത്തിന്റെ ദുഷ്ടതയുടെ ഭവനം അഥവാ ഹൗസ് ഓഫ് വിക്കറ്റ്നസ് എന്നായി മാറി എന്നുള്ളതാണ്. നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈ സ്ഥലത്തിന് യാതൊരു പ്രസക്തിയും ഇല്ലാതെ വന്നു. കാര്യം നമുക്കറിയാം, അവിടെയാണ് യെരോബെയാം തൻ്റെ കാളക്കുട്ടിയെ, 2 കാളക്കുട്ടികൾ ഒന്നിനെ കൊണ്ട് സ്ഥാപിച്ചത് ബേഥേലല്ലേ. അവിടെ വിഗ്രഹങ്ങളെ സേവിക്കുന്ന സ്ഥലമായിട്ട് ബേഥേൽ കടന്നു വന്നു എന്നുള്ളതാണ്. അപ്പോൾ അബ്രഹാം തിരിച്ചു വന്നപ്പോൾ താൻ വന്ന ഒരു സ്ഥലമാണ് ബേഥേൽ. ബേഥേലിനും ആയിക്കും ഇടയ്ക്ക്. ആയി എന്ന വാക്ക് നമുക്കറിയാം, ഹീപ്പ് ഓർ റൂയിൻ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ആയി എന്ന വാക്ക്, ഹായി എന്ന സ്ഥലം എല്ലാവർക്കും അറിയാം അല്ലേ? അറിയാമോ? അറിയാം. യോശുവയുടെ പുസ്തകത്തിൽ നമുക്ക് ഹായിയെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ യോശുവയുടെ പുസ്തകത്തിൽ വാസ്തവത്തിൽ ആഖാൻ പാപം ചെയ്ത നിമിത്തം ഹായിയിലുള്ളതായിരിക്കുന്ന വളരെ ചെറിയ ഒരു ജനത്തോട് ഇസ്രായേൽ മക്കൾ തോറ്റ ചരിത്രം നമ്മൾ യോശുവയുടെ പുസ്തകം 7-8 അധ്യായങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. സോ ആയി റിമൈൻസ് us ഓഫ് ദ നീഡ് ഫോർ ഒബീഡിയൻസ്. ആഖാൻ എരീഹോ ആക്രമിച്ചപ്പോൾ ദൈവം ശപഥാർപ്പിതമാണ് എന്ന് വെച്ചാൽ ദൈവത്തിന് വേണ്ടി അഥവാ അവിടെയുള്ള എല്ലാ സാധനങ്ങളും അത് ശപഥാർപ്പിതമാണ്, കേഴ്സ്ഡ് ആണ്, അത് തൊടാൻ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷേ ആഖാൻ അതെടുത്തു. അതുകൊണ്ട് ആയിലെ ജനത്തോട് അവർ തോറ്റതായിട്ട് നമ്മൾ യോശുവയുടെ പുസ്തകം 7-8 അധ്യായങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. സോ ഇറ്റ് റിമൈൻസ് us ഓഫ് ദ നീഡ് ഫോർ ഒബീഡിയൻസ്, ദ കോൺസിക്വൻസസ് ഓഫ് സിൻ അല്ലേ. അത് നമുക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. And God's judgment and mercy. That is what I reminds us of. ഇനി നമ്മൾ 4-ാമത്തെ വാക്യം വായിച്ചാൽ അവിടെ അബ്രഹാം യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു. അപ്പോൾ അബ്രഹാമിന്റെ റീസ്റ്റോറേഷൻ ആണ് നമ്മൾ കണ്ടത്. നമ്മൾ കണ്ടല്ലോ അല്ലേ, അബ്രഹാം ബേഥേൽ ആയിക്ക് മധ്യയിൽ നിന്നാണ് ഇറങ്ങിപ്പോയത്, ഈജിപ്തിലേക്ക് ചെന്നു. ആൻഡ് ഹി റീസ്റ്റോർഡ് കംപ്ലീറ്റ്ലി, ഫുള്ളി ഹി റീസ്റ്റോർഡ്. അപ്പം നമ്മളെ ജീവിതത്തിൽ, ക്രിസ്തീയ ജീവിതത്തിൽ
നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പരാജയം ഉണ്ടെങ്കിൽ, ദൈവത്തോട് നമുക്ക് എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒരു ബാക്ക് സ്ലൈഡിങ് ഉണ്ടെങ്കിൽ, അത് ബാക്ക് സ്ലൈഡിങ് അറിയാൻ ഞാൻ പറഞ്ഞല്ലോ വലിയ പ്രയാസമാണ്. കാര്യം എന്താ അറിയാമോ? എന്നും പ്രസംഗിക്കുന്നവരപ്പോഴും പ്രസംഗിക്കും, എന്നും പാട്ട് പാടുന്നവരപ്പോഴും ആരും മിണ്ടാത്ത എന്താ? അപ്പോഴും പാട്ട് പാടും. എപ്പോഴും പ്രാർത്ഥിക്കുന്നവരപ്പോഴും പ്രാർത്ഥിക്കും. സഭായോഗത്തിന് എല്ലാ ആഴ്ചയിലും വരുന്ന ആൾക്കാർ അപ്പോഴും എല്ലാ ആഴ്ചയിലും വരും. എല്ലാവരും വരണം നിർബന്ധമൊന്നുമില്ല. പക്ഷേ ചിലപ്പോൾ നമ്മൾ സഭായോഗത്തിൽ എല്ലാ ആഴ്ചയിലും വന്നെന്ന് വരാം, പാട്ടുപാടിയെന്ന് വരാം, പ്രാർത്ഥിച്ചു വരാം, സ്തോത്രം ചെയ്തെന്ന് വരാം. പക്ഷേ നമ്മുടെ ഹൃദയം ദൈവത്തോടെ ചിലപ്പോൾ അടുത്തായിരിക്കത്തില്ല. വി മേ ഹാവ് ബാക്ക് സ്ലിഡൻ. അത് എത്ര എക്സ്റ്റെൻഡ് ആണ് ബാക്ക് സ്ലൈഡ് ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ അവരവർക്കേ സാധിക്കത്തുള്ളൂ. കാര്യം ഇറ്റ് ഇസ് നോട്ട് ഈസി. കാര്യം എന്താ അറിയാമോ? നമ്മൾ ചിലപ്പോൾ പറയും നെയ്യപ്പത്തി നെയ്യിച്ചിരി കൂടുതലായാലും കുറഞ്ഞാലും നമ്മൾ അറിയാനൊക്കത്തില്ല. പണ്ട് കാലങ്ങളിലൊക്കെ എനിക്ക് നെയ്യ് ഒഴിച്ചാൽ ഉണ്ടാക്കുന്നത് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണല്ലോ പേര് വന്നത്. ഇപ്പോൾ വന്നു അതിൻ്റെ അകത്ത് നെയ്യ് ചേർക്കും ആരെങ്കിലും? എനിക്ക് തോന്നുന്നില്ല ചേർക്കുമെന്ന്. ഏതായാലും കടയിൽ നിന്ന് വാങ്ങുന്നില്ലൊന്നും അതില്ല. അപ്പം ഇത് രണ്ടും നെയ്യപ്പം എന്ന് തന്നെ നമ്മൾ പറയത്തുള്ളൂ. അല്ലാതെ ഇപ്പം നെയ്യില്ലാത്തതുകൊണ്ട് വെളിച്ചെണ്ണ അപ്പം എന്നൊക്കെ പറയുമോ? പറയത്തില്ല. ഞാൻ പറയാൻ വന്നത് ആത്മീയ കാര്യങ്ങളിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ പെട്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പ്രയാസമാണ്. ഇതേതാണ്, ഏത് ശരി, ഏത് തെറ്റെന്ന് ആരെക്കുറിച്ച് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ we should be very, very careful. We should see where are we backslidden, are we in right terms with God എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമാണ്. ഇനിയും നമ്മൾ ലോത്തിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ലോത്ത് എന്ന് പറയുന്ന വ്യക്തി നമ്മൾ ആദ്യം കണ്ടു ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ വന്ന ബാക്ക് സ്ലൈഡിങ് ആണ് നമ്മൾ അബ്രഹാമിന്റെ ജീവിതത്തിൽ കണ്ടല്ലേ? അബ്രഹാമിന്റെ ജീവിതത്തിൽ കണ്ടു താൻ തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ, അവിടെ സംഭവിക്കാൻ പോകുന്ന സാധ്യതകളെക്കുറിച്ച് അറിഞ്ഞുകൊണ്ട് തന്നെ ഈജിപ്തിലേക്ക് കടന്നുപോയി. അവിടെ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ ആ സാഹചര്യങ്ങളെല്ലാം താൻ മുതലാക്കി ധനമൊക്കെ സമ്പാദിച്ചു. എല്ലാം കഴിഞ്ഞു. അങ്ങനെയുള്ളതായിരിക്കുന്ന അനുഭവത്തിലൂടെ അബ്രഹാം അറിഞ്ഞുകൊണ്ട് കടന്നുപോയി. ഒരു വിശ്വാസിയുടെ ബാക്ക് സ്ലൈഡിങ്. നമുക്കറിയാം അബ്രഹാം എന്ന് പറയുന്ന ആള് വിശ്വാസികളുടെ പിതാവാണ്, ബഹുജാതികളുടെ പിതാവാണ്, വിശ്വാസികളുടെ പിതാവാണ്. അബ്രഹാമിന് ഒരു തിരിച്ചുവരവുണ്ടായി. എന്നാൽ ലോത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ലോത്തിനെ കുറിച്ച് പഠിച്ചാൽ ഹീസ് എ പെർഫെക്റ്റ് ഇമേജ് ഓഫ് എ കാർണൽ ബിലീവർ. ഒരു ജഡീക വിശ്വാസിയുടെ തനി സ്വരൂപം നമുക്ക് ലോത്തിൽ കാണാനായിട്ട് സാധിക്കും. 13-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം മുതൽ, നമുക്ക് എല്ലാം വായിക്കാൻ ആവശ്യമില്ല. 2 പത്രോസ് 2:7-8 നമുക്കൊന്ന് വായിക്കാം. അതിനിയും അത് റെഫർ ചെയ്യേണ്ട ആവശ്യം വരും. 2 പത്രോസ് 2:7-8. അധർമ്മികളുടെ ഇടയിൽ വസിച്ചിരിക്കുമ്പോൾ നാൾതോറും അധർമ്മ പ്രവൃത്തി കണ്ടും കേട്ടും. ഇതില്ലയോ? അധർമ്മികളുടെ ഇടയിൽ വസിച്ചിരിക്കുമ്പോൾ നാൾതോറും അധർമ്മ പ്രവൃത്തി കണ്ടും കേട്ടും തന്റെ നീതിയുള്ള മനസ്സിൽ നൊന്ത് അവരുടെ ദുഷ്കാമ പ്രവൃത്തിയാൽ വലഞ്ഞുപോയ നീതിമാനായ ലോത്തിനെ വിടുവിക്കുകയും ചെയ്തു. അവിടെ പത്രോസ് പറയുമ്പോൾ ലോത്തിനെ കുറിച്ച് പറയാം എന്താ? നീതിമാനായിരിക്കുന്ന ലോത്ത് എന്നാ പറയാ. നീതിമാനായ ലോത്ത്. നമ്മൾ പറഞ്ഞല്ലോ, ലോത്തിന്റെ ജീവിതം നമ്മൾ നോക്കിയാൽ ഒരു പെർഫെക്റ്റ് ഇമേജ് ഓഫ് എ കാർണൽ ബിലീവർ, ഒരു ജഡീക വിശ്വാസിയുടെ ചിത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്കറിയാം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ദൈവവചനം തന്നെ ജഡീകെന്നും ആത്മീകെന്നും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഒരു ജഡീക വിശ്വാസിയുടെ പൂർണ്ണമായിരിക്കുന്ന ചിത്രം നമുക്ക് ലോത്തിന്റെ ചരിത്രം പഠിച്ചാൽ കാണാനായിട്ട് കഴിയും. പക്ഷെ പത്രോസ് നമ്മളോട് പറയുന്നു, തന്നെ കുറിച്ച് താനൊരു നീതിമാനായ ലോത്ത്. നീതിമാൻ എന്താ പറയുക? റൈച്ചസ് എന്ന് പറയാം. ഈ റൈച്ചസ്നെസ്സും സ്പിരിച്വലും തമ്മിലുള്ള വ്യത്യാസം അറിയാമോ? റൈച്ചസ്നെസ്സും സ്പിരിച്വലും തമ്മിലുള്ള വ്യത്യാസം എന്താ? വ്യത്യാസം ഉണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. എന്താ വ്യത്യാസം? റൈച്ചസ് ആള് ഇപ്പം നീതിപീഠം എന്നാ നമ്മൾ പറയുന്നില്ല. നീതിപീഠം എന്ന് പറയും. നീതിപീഠം എന്ന് വെച്ചാൽ ഈ കോടതിയെ നീതിപീഠം എന്ന് പറയും. അവർ വിശ്വാസികളാണോ? ഒരിക്കലും അല്ല, അവർ വിശ്വാസിയല്ല. അപ്പൊ ഒരു റൈച്ചസ് എന്ന് പറയുന്നത് നമ്മളൊരു സ്കെയിൽ 0 to 10 ആണെന്ന് വെച്ചോ. 10 ആണ് മാക്സിമം നീതിയുടെ പരമാവധി എന്ന് വിചാരിക്കുക. എ റൈച്ചസ് പേഴ്സൺ വിൽ ഓൾവേസ് എയിം ഫോർ ദിസ് 10. അതാണല്ലോ അല്ലേ? ഈസ് ഓൾവേസ്. നീതി എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് തരാണ്ടെങ്കിൽ അങ്ങോട്ട് തരണം, ഇങ്ങോട്ട് തരാണ്ടെങ്കിൽ ഇങ്ങോട്ട് കിട്ടണം, കിട്ടിയില്ലെങ്കിൽ ഞാൻ എങ്ങനെയും വാങ്ങിക്കും, എൻ്റെ കഴിവനുസരിച്ച് ഞാൻ പ്രയോഗിക്കും. എനിക്ക് കിട്ടണം, നിനക്ക് തരാനുള്ള ഞാൻ നിനക്ക് തരും. എല്ലാ കാര്യങ്ങളും അളന്ന് തൂക്കിയാൽ 1 കിലോയ്ക്ക് 1000 ഗ്രാമിൽ 10 ഗ്രാം കുറഞ്ഞാൽ പ്രയാസമാകും. ഇതൊക്കെയാണ് റൈച്ചസ് ആൾക്കാരുടെ സ്വഭാവം. എന്നാൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതാണോ? അത് മതിയോ? ഒരിക്കലും പോരാ. വിശ്വാസി തുടങ്ങുന്നത് വാസ്തവത്തിൽ 10-ൽ നിന്നാണ്. ഹി ഹാസ് ടു സ്റ്റാർട്ട് ഫ്രം 10.
താൻ റൈച്ചസ് ആയിരിക്കണം. പക്ഷെ അതോടൊപ്പം തന്നെ നമുക്ക് ഗലാത്യ ലേഖനം വായിക്കുമ്പോൾ അവിടെ ആത്മാവിന്റെ ഫലത്തെക്കുറിച്ച് പറയുമ്പോൾ സ്നേഹ, സന്തോഷം, സമാധാനം എന്ന് പറഞ്ഞ് കുറേ ഏറെ കാര്യങ്ങളുണ്ട്. അപ്പോൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവാനായിട്ടും അതുപോലെ കുറെ സഹിക്കാനായിട്ടും ഒക്കെ തയ്യാറായിരിക്കും വിശ്വാസി, അല്ലേ? അപ്പോൾ വിശ്വാസി റൈറ്റസ് ആയിരിക്കണം. അതേസമയം ഹി വിൽ ഓൾസോ ബി willing to forgo something. He is also willing to deal with others in love. അപ്പം വിശ്വാസം, സന്തോഷം, സമാധാനം ഈ നമ്മൾ ഗലാത്യ ലേഖനത്തിൽ കാണുന്ന അതും കൂടെ ചേരുമ്പോഴാണ് ഒരു വിശ്വാസിയാകുന്നത്. എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ഹിതത്തിനനുസരിച്ച് ഒരു വിശ്വാസി, അവൻ റൈറ്റസ് ആയിരിക്കും, പക്ഷേ എൻ്റെ റൈറ്റ്സിന് വേണ്ടി 100% വാശി പിടിക്കുന്ന ആളൊന്നും ആയിരിക്കത്തില്ല. കുറേയൊക്കെ വിട്ടുവീഴ്ച ചെയ്യാനും അവൻ തയ്യാറാവും. അതാണ് വിശ്വാസിയുടെ പ്രത്യേകത. അപ്പൊ ലോത്തിനെ സംബന്ധിച്ച് ഹി വാസ് എ റൈറ്റസ് പേഴ്സൺ. പൂർണ്ണമായി അവൻ നീതിമാനായിരുന്നു, പക്ഷേ അവൻ ആത്മീയനായിരുന്നില്ല. ആത്മീയനാണെങ്കിൽ ഓരോ സ്റ്റെപ്പിലും ദൈവഹിതം എന്താണ് എന്ന് നോക്കിക്കൊണ്ട് ഇച്ചിരിയൊക്കെ വിട്ടുവീഴ്ച, ഇച്ചിരിയല്ല ഒരുപാട് വിട്ടുവീഴ്ച, റൈറ്റസ്നെസ്, നീതിമാനാണെങ്കിലും ഒരുപാട് വിട്ടുവീഴ്ച ജീവിതത്തിൽ ചെയ്തുകൊണ്ട് ആയിരിക്കും താൻ ദൈവഹിതം തൻ്റെ ജീവിതം നിറവേറ്റിക്കൊണ്ട് ജീവിക്കുന്നത്. അപ്പം ലോത്ത് വാസ് എ റൈറ്റസ് മാൻ എന്ന് നമ്മൾ പത്രോസിൻ്റെ ലേഖനത്തിൽ കണ്ടു. അപ്പോൾ അത് നമ്മളുണ്ട് റൈറ്റസ്, നോട്ട് നെസറലി ഗോഡ് ഫിയറിങ്. അതുകൊണ്ട് ലോത്തിനെ കുറിച്ച് എങ്ങും നോ മെൻഷൻ ബൈബിൾ ഓഫ് ലോട്ട് സ്പിരിച്വൽ സ്റ്റാൻഡിങ്. ലോത്തിനെ കുറിച്ച് നമ്മൾ വായിച്ച പത്രോസിന്റെ ലേഖനത്തിൽ നമ്മൾ വായിച്ചത് എന്താ? അവരുടെ ദുഷ്കാമ പ്രവൃത്തിയെ കണ്ടിട്ട് വലഞ്ഞു പോയ നീതിമാനായ ലോത്ത് എന്ന് മാത്രമേ ഉള്ളൂ. നീതിമാനായിരുന്നു, പൂർണ്ണമായി നീതിമാനായിരുന്നു, പക്ഷേ യു കനോട്ട് സേ ഹി വാസ് എ വെരി സ്പിരിച്വൽ ഓർ ഹി വാസ് എ സ്പിരിച്വൽ മാൻ. അതെന്തുകൊണ്ടാണ് നമുക്ക് ഇനി അടുത്ത ഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒന്നാമത്തെ ലോട്ട് വാസ് ഇൻട്രസ്റ്റഡ് ഇൻ വെൽത്ത്. ലോത്തിന് താല്പര്യം ഉണ്ടായിരുന്നു എന്തായിരുന്നു? ഹി വാസ് ഇൻട്രസ്റ്റഡ് ഇൻ വെൽത്ത്. ഭൗമിക താല്പര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദൈവഹിതമൊന്നും അദ്ദേഹത്തിന് വിഷയമായിരുന്നില്ല. ഭൗമികമായിട്ട് എൻ്റെ കന്നുകാലികൾക്ക്, എൻ്റെ ആടുമാടുകൾക്ക് എങ്ങനെ ആഹാരം കൊടുക്കും, എനിക്ക് എങ്ങനെ സ്വത്ത് സമ്പാദിക്കാം, അത് മാത്രമേ ലോത്തിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. എന്തൊരു വ്യത്യാസമല്ലേ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ നമ്മൾ നോക്കുന്നത്. അബ്രഹാം യാത്ര ചെയ്യുമ്പോൾ താൻ കാര്യം ആ ഫെർട്ടൈൽ ക്രസൻറ്റിൽ കൂടെ ഒക്കെയാണ് യാത്ര ചെയ്തത്. തൻ്റെ ആടുമാടുകൾക്ക് ആഹാരമൊക്കെ കൊടുത്താൽ യാത്ര ചെയ്തത്. പക്ഷേ ദൈവഹിതത്തിനനുസരിച്ച് താൻ യാത്ര ചെയ്തു. എല്ലാ ദിവസവും ദൈവം തന്നോട് പറഞ്ഞു, കാണിപ്പാർ ദേശത്തേക്ക് പോകുമ്പോൾ ദൈവം പറഞ്ഞു, ഞാൻ പറയാം, നീ പൊക്കോ, ഈ വഴി പൊക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ പോയി. അതാണ് അബ്രഹാം. പക്ഷേ ലോത്തിനെ സംബന്ധിച്ചിടത്തോളം ലോത്ത് ഹി വാസ് ഇൻട്രസ്റ്റഡ് ഓൺലി ഇൻ വെൽത്ത്. ഇനിയും 13 അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ അവിടെ 6-ാം വാക്യം വായിച്ചോ പെട്ടെന്ന്. അവർ ഒന്നിച്ചു പാർക്കുവാൻ തക്കവണ്ണം ദേശത്തിന് അവരെ വഹിച്ചുകൂടാഞ്ഞു. സമ്പത്ത് വളരെ ഉണ്ടായിരുന്നത് കൊണ്ട് അവർക്ക് ഒന്നിച്ചു പാർക്കുവാൻ കഴിഞ്ഞില്ല. നമുക്കറിയാം അബ്രഹാമിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. അബ്രഹാം ബഹുസമ്പന്നനായിരുന്നല്ലേ. കാറ്റിൽ, അതുപോലെ തന്നെ മറ്റ് കാറ്റിൽ, അതുപോലെ ഗോൾഡ്, സിൽവർ, ഈ കാര്യത്തിലൊക്കെ അബ്രഹാം ബഹുസമ്പന്നനായിരുന്നു. അബ്രഹാമിനെ കുറിച്ച് നമ്മൾ 14-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ അബ്രഹാമിന്റെ വീട്ടിൽ ജനിച്ചു വളർന്നതായിരിക്കുന്ന 318 പേര് അഭ്യാസികളുണ്ട് എന്ന് നമ്മൾ 14-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ വായിക്കുന്നു. തൻ്റെ വീട്ടിൽ ജനിച്ചു വളർന്ന 318. അപ്പോൾ അബ്രഹാമിനെ സംബന്ധിച്ച് ഒരുപാട് കാറ്റിലൊക്കെ ഉണ്ട്. വീട്ടിൽ തന്നെ എനിക്ക് തോന്നുന്നു ഒരു 500-600 പേരുണ്ട് അബ്രഹാമിന്റെ വീട്ടിൽ തന്നെ. അപ്പൊ അന്നത്തെ കാലത്തൊക്കെ നമുക്കറിയാലോ, അന്നത്തെ കാലത്ത് 500-600 പേരൊക്കെ ഇന്നാണെങ്കിൽ തന്നെയും ഒരു സ്ഥലത്ത് വന്ന് നമ്മുടെ ഗ്രാമങ്ങളിലൊക്കെ വന്ന് താമസിച്ച ഗ്രാമത്തിന് അവരെ വഹിക്കാൻ ഒക്കുവോ? അവിടുത്തെ കടകൾക്ക് അവർക്ക് ആഹാരം കൊടുക്കാൻ ഒക്കുവോ? അവിടുത്തെ ഫെസിലിറ്റീസ് അവരെ വഹിക്കാൻ ഒക്കത്തില്ല. അതിൻ്റെ കൂടെ പിന്നെ ലോത്തിന്റെ ആൾക്കാരും ഉണ്ട്. അപ്പം എന്തോ ഒരു വലിയ ജനസമൂഹമാണ് അബ്രഹാമിനോടും ലോത്തിനോടും കൂടെ അവരുണ്ടായിരുന്നത്. അതുകൊണ്ട് അവർക്ക് ദേശത്തിന് അവരെ വഹിച്ചു കൂടാഞ്ഞു എന്നുള്ളതാണ്. സമ്പത്ത് വളരെ ഉണ്ടായിരുന്നത് കൊണ്ട് അവർക്ക് ഒന്നിച്ചു പാർപ്പാൻ കഴിഞ്ഞില്ല. 6-ാം വാക്യം. പിന്നെ 7-ാം വാക്യം ശ്രദ്ധിക്കുക. 7-ാം വാക്യം. അബ്രഹാമിന്റെ കന്നുകാലികളുടെ ഇടയന്മാർക്കും ലോത്തിന്റെ കന്നുകാലികളുടെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കമുണ്ടായി. കനാന്യരും പെരീസ്യരും അന്ന് ദേശത്ത് പാർത്തിരുന്നു. ഇനി ശ്രദ്ധിക്കുക, അവിടെ 2 ഗ്രൂപ്പിനെ കുറിച്ച് കനാന്യരും പെരിസ്യരും. കനാന്യർ എന്ന് പറയുന്നത് അവിടെ ദേശത്ത് പാർത്തിരുന്നതായിരിക്കുന്ന ജനത്തിനുള്ള പേരാണ് കനാന്യർ. ഒരു സ്പെഷ്യൽ ട്രൈബ് ഓർത്തല്ല. കനാനിൽ താമസിക്കുന്ന ജനത്തെയാണ് കനാന്യർ. നമ്മളെ കേരളൈറ്റ്സ് എന്ന് പറയുന്ന പോലെ ആണ് കനാന്യർ എന്ന്. പക്ഷേ ദേ ആർ ഓൾ ഡിസെൻഡൻസ് ഓഫ് കനാൻ, ദ സൺ ഓഫ് ഹാം. നോഹയുടെ മകനായ ഹാമിൻ്റെ പുത്രനായ കനാന്റെ സന്തതി പരമ്പരയാണ്. പക്ഷേ ഇറ്റ്സ് ബ്രോഡ്ലി എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ലിവിങ് ഇൻ കനാൻ. പെരിസൈറ്റ്സ് എന്ന് പറയുന്നത് അവരാരാണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. പക്ഷേ അവരെക്കുറിച്ച് പറയുന്നത് പെരിസൈറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം
ഡൊല്ലേഴ്സ് ഇൻ ദ ഓപ്പൺ കൺട്രി ഓർ വില്ലേജേഴ്സ് എന്നാണ്. ഡൊല്ലേഴ്സ് ഇൻ ദ ഓപ്പൺ കൺട്രി ഓർ വില്ലേജേഴ്സ് എന്നാണ് പെരിസൈറ്റ് എന്ന ഹീബ്രു വാക്കിൻ്റെ അർത്ഥം. സജസ്റ്റിംഗ് ദേ ലിവ്ഡ് ഇൻ റൂറൽ ഓർ അൺവോൾഡ് ഏരിയാസ്. തുറന്ന ദേശത്തെ നിവാസികളെ ഗ്രാമവാസികൾ എന്നേ അർത്ഥമുള്ളൂ. അപ്പോൾ ഈ പ്രദേശത്ത് ഈ ഈ അവർ താമസിക്കുന്ന സ്ഥലത്ത് കനാന്യരും പെരിസ്യരും താമസിച്ചിരുന്നു. അവിടെ വെച്ച് അബ്രഹാമിൻ്റെ കന്നുകാലികളുടെ ഇടയന്മാർക്കും ലോത്തിൻ്റെ കന്നുകാലികളുടെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കമുണ്ടായി. ഇനിയും അവിടെ വാക്യം 8 നമ്മൾ വായിക്കുമ്പോൾ, അതുകൊണ്ട് അബ്രാം ലോത്തിനോട്, എനിക്കും നിനക്കും എൻ്റെ ഇടയന്മാർക്കും നിന്റെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കം ഉണ്ടാകരുതേ, നാം സഹോദരന്മാരല്ലോ. സഹോദരന്മാരല്ലോ. വളരെ പ്രധാനപ്പെട്ട കാര്യം, അവിടെ വെച്ചൊരു പിണക്കം ഉണ്ടായി. സഹോദരന്മാർ തമ്മിൽ, സഹോദരന്മാരുടെ ഇടയന്മാർ തമ്മിൽ ഒരു പിണക്കം ഉണ്ടായി. അപ്പോൾ അബ്രഹാം പറഞ്ഞു, നമ്മൾ 2 സഹോദരന്മാരല്ലേ, അപ്പം നമ്മൾ തമ്മിൽ പ്രശ്നം നമ്മൾ തമ്മിൽ ഉണ്ടാവരുത്, നമ്മുടെ ഇടയന്മാർ തമ്മിലും ഉണ്ടാവരുതെന്ന് വളരെ പ്രധാനം കേട്ടോ. എന്താ അറിയാം, അവിടുത്തെ നമ്മളൊരു കോൺട്രാസ്റ്റ് നമ്മൾ കാണണം. എന്താ കോൺട്രാസ്റ്റ് എന്ന് ചോദിച്ചാൽ, അബ്രഹാം ഒരു ബിലീവറാണ് അല്ലേ, ഒരു ആത്മീയനായ മനുഷ്യനാണ്. ലോത്ത് ആത്മീയനല്ല, ഹീസ് എ റൈച്ചസ് മാൻ, ശരിയും തെറ്റും മാത്രം നോക്കുന്ന മനുഷ്യനാണ്. വെൽത്ത് ഓറിയന്റഡ് പേഴ്സൺ ആണ് ലോത്ത്. ആരാണ് ഇനീഷ്യേറ്റ് ചെയ്തത്? ഈ കോൺവെർസേഷൻ ഇനീഷ്യേറ്റ് ചെയ്തത് ആരാ ഇനീഷ്യേറ്റ് ചെയ്തത്? അബ്രഹാം ഇനീഷ്യേറ്റ് ചെയ്തത്. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു ദേശത്ത് ടു മെയിൻറ്റെയിൻ ടെസ്റ്റിമണി ഇൻ ദ ലാൻഡ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് എ ബിലീവർ. ഒരു കാർണൽ പേഴ്സൺ, ഒരു ജഡികനായിരിക്കുന്ന വിശ്വാസി ഒരിക്കലും അത് ശ്രദ്ധിച്ചെന്ന് വരത്തില്ല. ലോത്ത് അതൊന്നും ശ്രദ്ധിച്ചില്ല. ലോത്ത് വഴക്കുണ്ടാകട്ടെ, അവർ തമ്മിൽ അടിച്ചോട്ടെന്ന് വിചാരിച്ചു. പക്ഷെ അബ്രഹാം എന്ത് പറഞ്ഞു? ദേശത്ത് കനാന്യരും പെരിസ്യരും താമസിക്കുന്നു. അത് വളരെ പ്രധാനമാണ്. ദേശത്ത് കനാന്യരും പെരിസ്യരും താമസിക്കുന്നു, നമ്മുടെ ഇടയന്മാർ തമ്മിൽ വഴക്കുണ്ടാക്കുന്നത് യോഗ്യമല്ല, നമുക്ക് അത് ശരിയല്ല എന്ന് പറഞ്ഞു. വാസ്തവത്തിലുണ്ടല്ലോ, ഇന്നത്തെ പല സഭകളിലും പല സ്ഥലങ്ങളിലും ഉള്ള പ്രശ്നം എന്ന് പറയുന്നത് എന്താ? ദേശത്ത് ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. നാട്ടിൻപുറത്തൊക്കെ, ഞങ്ങളുടെ നാട്ടിലെ കാര്യമാണ് പറയുന്നത് കേട്ടോ, നാട്ടിൻപുറത്തൊന്നും ഒരു മനുഷ്യനെ പോലും സഭയിലേക്ക് കൊണ്ടുവരാൻ ഒക്കത്തില്ല. അത് എന്തുകൊണ്ടാണ് ഒക്കാത്തെ? നമ്മുടെ സാക്ഷി ഇല്ലാത്തതുകൊണ്ടാണ്. ടെസ്റ്റ് മണി നഷ്ടപ്പെട്ടു പോയി എന്നുള്ളത് കൊണ്ടാണ്. അത് വളരെ പ്രധാനമാണ്. ദേശത്ത് കനാന്യരും പെരിസ്യരും താമസിക്കുന്നു, നമ്മൾ തമ്മിൽ അടിയുണ്ടാക്കുന്നത് ശരിയല്ല. അത് ചിന്തിക്കാനുള്ള ചുമതല ആർക്കാന്നറിയാമോ? ആർക്കാ ചുമതല? ആത്മീയർക്കാ ചുമതല. ഒരിക്കലും ഭൗതിക മനുഷ്യൻ, ജഡികനായിരിക്കുന്ന ഒരു വിശ്വാസി അത് ചിന്തിച്ചെന്ന് വരത്തില്ല. ഓൾസോ യൂണിറ്റി ആൻഡ് ടെസ്റ്റിമണി ഓഫ് ദ ചർച്ച്. സഭയിലും അങ്ങനെ തന്നെയാണ്. റൈറ്റസ് പേഴ്സൺ ആയിരിക്കുന്ന ഒരാൾ സഭയിൽ എപ്പോഴും കൃത്യതയ്ക്ക് വേണ്ടി വഴക്കുണ്ടാക്കും. എല്ലാം കറക്റ്റ് ആയിരിക്കണം, അവിടെ അങ്ങനെയാണെങ്കിൽ ഇവരോടും അങ്ങനെ തന്നെ വേണം, അതങ്ങനെയാണെങ്കിൽ ഇതിങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും വഴക്കുണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ഹീസ് എ റൈറ്റസ് പേഴ്സൺ, ഹീസ് കറക്റ്റ്. അദ്ദേഹം വിശ്വാസിയാണോ ആത്മീയനാണോ അല്ലയോ എന്ന് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് പറയാനൊക്കത്തില്ല. നമ്മൾ വിചാരിക്കും അദ്ദേഹം വളരെ ആത്മീയനാണെന്ന്. കാര്യം എന്താ? പുള്ളി എല്ലാം കറക്റ്റിന് വേണ്ടി വാദിക്കുന്ന ആളാണ്. പക്ഷേ എന്തുണ്ടാകുന്നറിയാമോ? യു വിൽ ലൂസ് ദ യൂണിറ്റി ആൻഡ് ടെസ്റ്റിമണി ഓഫ് ദ ചർച്ച്. ഇന്ന് ഒരുപാട് സഭകൾക്ക് സംഭവിക്കുന്നതാ കേട്ടോ. നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. പ്രത്യേകിച്ച് ആ ചുമതല ആർക്കെന്ന് വെച്ചാൽ ആത്മീയരുടെ ചുമതലയാണ്. സഭയിൽ നമുക്കറിയാം, ആത്മീയരുണ്ട്, ജഡികരുമുണ്ട്. എപ്പോഴും എന്തിനും വഴക്കുണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. കാര്യങ്ങളെ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാനായിട്ട് തയ്യാറുള്ളവരുണ്ട്. പക്ഷേ അവരുടെ ചുമതലയാണ് സഭയിൽ യൂണിറ്റി കീപ്പ് ചെയ്യുക എന്നുള്ളത്. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഇവിടെ അബ്രഹാമാണ് ആ വിഷയം ലോത്തിനോട് പറയുന്നത്. നമ്മുടെ ആൾക്കാർ തമ്മിൽ വഴക്കുണ്ടാക്കുന്നത് ശരിയല്ല. എനിക്കും നിനക്കും, എൻ്റെ ഇടയന്മാർക്കും നിന്റെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കം ഉണ്ടാകരുത്. മനസ്സിലായോ? ഞാനും നീയും തമ്മിൽ പിണങ്ങാൻ ഇടയാകരുത്. നമ്മൾ സഹോദരന്മാരല്ലേ, നമ്മൾ തമ്മിൽ ഒരിക്കലും പിണങ്ങാൻ ഇടയാകരുത്. അതുപോലെ നമ്മുടെ ഇടയന്മാർ, നമ്മുടെ ആൾക്കാർ, മറ്റുള്ളവരെ നമുക്കൊക്കെ ചെയ്യാൻ വളരെ എളുപ്പമാട്ടോ. ഞാൻ ഓർക്കുന്നുണ്ട്, ചിലപ്പോഴൊക്കെ നമ്മൾ അതിനി നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അസോസിയേഷൻ വിത്ത് കാർണൽ ബിലീവേഴ്സ്, കാർണൽ ആൾക്കാരുമായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്താൽ അവരെപ്പോഴും വഴക്കുണ്ടാക്കുന്നവരായിരിക്കും. അപ്പം നമ്മളും അറിയാതെ തന്നെ, ഇപ്പോൾ ഒരാളോട് അവർക്ക് എപ്പോഴും വഴക്കുണ്ടെങ്കിൽ അവർ നമ്മളോട് എപ്പോഴും ഇങ്ങനെ വഴക്കിനെ കുറിച്ച് പറഞ്ഞാൽ നമുക്ക് പിന്നെ ഞായറാഴ്ച കാണുമ്പോൾ ആ ആൾക്ക് കൈ കൊടുക്കാൻ ഇച്ചിരി പ്രയാസം, അല്ലേ? തോന്നുമോ ഇല്ലയോ? തോന്നും. എന്തുകൊണ്ടാണ്? നമുക്ക് അവരോട് പ്രശ്നമൊന്നുമില്ല. പക്ഷേ മറ്റേ ആൾ ഇങ്ങനെ എപ്പോഴും ഈ ആൾ കൊള്ളത്തില്ല, കുഴപ്പം, ആ പ്രശ്നക്കാരനാണെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് വി ഫീൽ ദാറ്റ് ഹി ഈസ് നോട്ട് കറക്റ്റ്. അപ്പം നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം എന്നുള്ളതാണ്. ആത്മീയരുടെ ചുമതലയാണ്
നമ്മുടെ യൂണിറ്റി ഓഫ് ദ ചർച്ച്, ടെസ്റ്റിമണി ഓഫ് ദ ചർച്ച്, അവർ ടെസ്റ്റിമണി ഇൻ ദി ലാൻഡ്, അത് കീപ്പ് ചെയ്യുക എന്നുള്ളത്. ഇനി 9 മുതൽ 11 വരെ വാക്യങ്ങൾ നമുക്ക് അബ്രഹാമും ലോത്തും തമ്മിൽ പിരിയുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. 13 അധ്യായത്തിന്റെ 9 മുതൽ 11 വരെ പെട്ടെന്ന് വായിച്ചാട്ടെ. ദേശമെല്ലാം നിന്റെ മുമ്പാകെ ഇല്ലയോ? എന്നെ വിട്ട് പിരിഞ്ഞാലും നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് പോയിക്കൊള്ളാം, നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട് പോയിക്കൊള്ളാം എന്ന് പറഞ്ഞു. അപ്പോൾ ലോത്ത് നോക്കി യോർദാൻ അരികെയുള്ള പ്രദേശം ഒക്കെയും നീരോട്ടമുള്ളതെന്ന് കണ്ടു. യഹോവ സോദോമിനെയും ഗൊമോറയും നശിപ്പിച്ചതിന് മുമ്പേ അത് യഹോവയുടെ തോട്ടം പോലെയും സോവർ വരെ മിസ്രയീം ദേശം പോലെയും ആയിരുന്നു. ലോത്ത് യോർദാൻ അരികെയുള്ള പ്രദേശം ഒക്കെയും തിരഞ്ഞെടുത്തു. ഇങ്ങനെ ലോത്ത് കിഴക്കോട്ട് യാത്രയായി അവർ തമ്മിൽ പിരിഞ്ഞു. മതി, അത്രയും മതി. അവിടെ അബ്രഹാമും ലോത്തും തമ്മിൽ പിരിയുന്നതാണ് നമുക്ക് 9 വാക്യം മുതൽ കാണാനായിട്ട്. 13 അധ്യായത്തിന് 9 വാക്യം മുതൽ നമ്മൾ നോക്കൂ. ഇവിടെ നമ്മൾ 3 വാക്കുകൾ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ലോത്ത് ലിഫ്റ്റഡ് അപ്പ് ഹിസ് ഐസ് ആൻഡ് ബിഹെൽഡ് ആൻഡ് ചോസ്. ലോത്ത് നോക്കി കണ്ടു, തെരഞ്ഞെടുത്തു. ലോത്ത് നോക്കി കണ്ടു, തെരഞ്ഞെടുത്തു. വാസ്തവത്തിൽ നമ്മൾ നോക്കിയാൽ ആദമിന്റെ കാലം തുടങ്ങി ഇത് തന്നെയാണ് പ്രശ്നം. എന്താ? ദ ലെസ്റ്റ് ഓഫ് ദ ഫ്ലഷ്, ലെസ്റ്റ് ഓഫ് ദി ഐസ് ആൻഡ് പ്രൈഡ് ഓഫ് ലൈഫ്. ഇത് തന്നെയാണ് നമ്മൾ ഇവിടെയും കാണുന്നത്, അല്ലേ? ലെസ്റ്റ് ഓഫ് ദി ഫ്ലഷ്, ലെസ്റ്റ് ഓഫ് ദി ഐസ്, നോക്കി കണ്ടു, തെരഞ്ഞത് നല്ലതാണെന്ന് കണ്ടിട്ട് തെരഞ്ഞെടുത്തു. ഇത് ഒരേ ഈ പാപത്തിന്റെ ജഡമോഹത്തിന്റെ 3 ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഏത് കാലഘട്ടത്തിലും ഇത് തന്നെ. എന്തൊക്കെയാ? നോക്കി കണ്ടു, തെരഞ്ഞെടുത്തു എന്നുള്ളതാണ്. കൺമോഹം ജീവനത്തിന്റെ പ്രതാപം എന്നുള്ളതാണ്. ജഡമോഹം, കൺമോഹം ജീവനത്തിന്റെ പ്രതാപം എന്നുള്ളതാണ്. നമ്മൾ നോക്കിയാൽ ലോത്ത് ഈ കാര്യത്തിൽ വാസ്തവത്തിൽ ദൈവത്തിന്റെ ഹിതം വല്ലതും നോക്കിയില്ല. നമ്മൾ ലോത്തിനെ കുറിച്ച് എവിടെയെങ്കിലും ലോത്ത് പിന്നെ യാഗപീഠം പണിതെന്നോ ആരാധിച്ചെന്നോ വായിക്കുന്നുണ്ടോ? എവിടെയെങ്കിലും വായിക്കുന്നുണ്ടോ? വായിക്കുന്നില്ല. ലോത്ത് ദൈവവുമായിട്ടുള്ളതായിരിക്കുന്ന ഏതെങ്കിലും ഒരു സഹവാസം നമ്മൾ എവിടെയെങ്കിലും വായിക്കുന്നുണ്ടോ? ഹീസ് എ റൈച്ചസ് മാൻ, ഹീസ് എൻ ആബ്സല്യൂട്ട്ലി റൈച്ചസ് മാൻ. പക്ഷേ അദ്ദേഹത്തിന്റെ സ്പിരിച്വൽ സ്റ്റാൻഡിങ്ങിനെ കുറിച്ച് നമ്മൾ വേദപുസ്തകത്തിൽ എവിടെയും വായിക്കുന്നില്ല എന്നുള്ളതാണ്. did not give God any place in his choice. അതാണ് ഈ തെരഞ്ഞെടുപ്പ്. ലോത്ത് ദൈവത്തിന് സ്ഥാനം കൊടുത്തില്ല. നമ്മൾ ശ്രദ്ധിച്ചു നോക്കുക, ആ കോൺട്രാസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയ. ലോട്ട് ചോസ് ഫോർ ഹിംസെൽഫ് ബട്ട് ഗോഡ് ചോസ് ഫോർ എബ്രഹാം, അല്ലേ? അതൊരു വലിയ ലെസണാ. ദൈവഹിതത്തിനനുസരിച്ചാണ് അബ്രഹാം തിരഞ്ഞെടുത്തത്. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഈ സ്ഥലം നിനക്കുള്ളതാ. ഷേഖേമി വന്നപ്പോൾ പറഞ്ഞു, ഈ സ്ഥലം നിനക്കുള്ളത്. ഇനി അങ്ങോട്ട് താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാണാൻ കഴിയും അബ്രഹാമിനെ സംബന്ധിച്ച്. പക്ഷേ ലോത്ത് തന്നെ തിരഞ്ഞെടുത്ത അതിൻ്റെ കോൺസിക്വൻസ് നമുക്കറിയാം. അത് നമുക്ക് ഇനി നമ്മൾ അതിലേക്ക് വരാനായിട്ട് പോകുകയാം. 13 അധ്യായത്തിന്റെ 10 വാക്യത്തിൽ സോദോം വാസ് ലൈക്ക് ദ ഗാർഡൻ ഓഫ് ദ ലോർഡ്, ഫെർട്ടൈൽ ലൈക്ക് ഏഡൻ എന്ന്. സോദം യഹോവയുടെ തോട്ടം പോലെ, ഏദൻ തോട്ടം പോലെ ഫലഭൂയിഷ്ടമായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ തന്നെ നമ്മൾ സോവർ എന്നൊരു സിറ്റിയെക്കുറിച്ച് വായിക്കുന്നില്ലേ? 13 അധ്യായത്തിന്റെ 10 വാക്യത്തിൽ സോവർ വരെ മിസ്രൈം ദേശം പോലെയുമായിരുന്നു എന്ന് വെച്ചാൽ, സോവർ എന്ന് പറയുന്നത് സോദോമിന്റെ ഏറ്റവും അടുത്തുള്ളതായിരിക്കുന്ന പട്ടണം. അവിടേക്കാണല്ലോ ലോത്ത് ഓടിപ്പോയത്. അപ്പം അവിടം വരെ വളരെ ഫലഭൂയിഷ്ടമായിരിക്കുന്ന വളരെ നല്ല സ്ഥലമായിരുന്നു സോദോം എന്നുള്ളതായിരുന്നു. നമ്മൾ നോക്കൂ 13 അധ്യായത്തിന്റെ 12 വാക്യത്തിൽ അബ്രാം കനാൻ ദേശത്ത് പാർത്തു, ലോത്ത് ആ പ്രദേശങ്ങളിലെ പട്ടണങ്ങളിൽ പാർത്ത് സോദോം വരെ കൂടാരം നീക്കി അടിച്ചു. അബ്രഹാമിന്റെ ജീവിതത്തിൽ നമ്മൾ അത് തന്നെയല്ലേ കണ്ടേ, അല്ലേ? 12:9 അബ്രഹാം പിന്നെയും തെക്കോട്ട് യാത്ര ചെയ്തുകൊണ്ടേയിരുന്നു, അല്ലേ? സ്ലോ ആൻഡ് സ്റ്റഡി ആയിരുന്നു. ഇവിടെ ലോത്തിന്റെ ജീവിതം നോക്കിയാൽ ലോത്ത് എങ്ങനെയാ? ലോത്തും അത് തന്നെയാ. സോദോമിലേക്ക് പോകാനായിട്ട്, പക്ഷെ സോദോമിലേക്കൊന്നും ആദ്യം പോയില്ല. സ്ലോലി കൂടാരം നീക്കി. കാര്യം അങ്ങനെ പോകാനൊക്കത്തുള്ളൂ, കാറ്റിലൊക്കെ ഉണ്ടല്ലോ, അല്ലേ? പക്ഷെ നല്ല സ്ഥലം നോക്കി താൻ തൻ്റെ യാത്ര തുടർന്നിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും ബാക്ക് സ്ലൈഡിങ് എന്ന് പറയുന്നത് എപ്പോഴും ഇറ്റ് വിൽ ബി സ്ലോ ആൻഡ് സ്റ്റഡി. അത് നമ്മൾ എപ്പോഴും ഓർത്തോണം, നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കണം എന്നുള്ളത് ഈ ഭാഗം നമ്മെ വീണ്ടും ഓർമ്മിപ്പിക്കുക. ബാക്ക് സ്ലൈഡിങ് ഇസ് ഓൾവേസ് സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ടായിരിക്കും. സോ വി നീഡ് ടു ബി വെരി കെയർഫുൾ അബൌട്ട് ഇറ്റ്. ഇനി സോദോമിലുള്ള ആൾക്കാരെ കുറിച്ച് നമ്മൾ 13 വാക്യത്തിൽ വായിക്കുന്നത്, സോദോം നിവാസികൾ ദുഷ്ടന്മാരും യഹോവയുടെ മുമ്പാകെ മഹാപാപികളുമായിരുന്നു. അപ്പൊ സോദോം നിവാസികൾ ദുഷ്ടന്മാരും യഹോവയുടെ മുമ്പാകെ മഹാപാപികളുമായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് പത്രോസിന്റെ ലേഖനം നമ്മൾ വായിച്ചാണല്ലോ, അവിടെ സോദോം ജനത്തെക്കുറിച്ച് പറയുന്നതായിരിക്കും 1-2 റെഫറൻസ് ഉണ്ട്. 2 പത്രോസ് 2
7-8. അധർമ്മികളുടെ ഇടയിൽ വസിച്ചിരിക്കുമ്പോൾ നാൾതോറും അധർമ്മ പ്രവൃത്തി കണ്ടും കേട്ടും തന്റെ നീതിയുള്ള മനസ്സിൽ നൊന്ത് അവരുടെ ദുഷ്കാമ പ്രവൃത്തിയാൽ വലഞ്ഞുപോയ നീതിമാനായ ലോത്തിനെ നീതിമാനായ ലോത്ത്. അപ്പോൾ സോദോം നിവാസികളെ കുറിച്ച് പറയുന്ന ഒന്ന്, സോദോം നിവാസികൾ ദുഷ്ടന്മാർ യഹോവയുടെ മുമ്പാകെ മഹാപാപികളുമായിരുന്നു, അല്ലേ? മഹാപാപികളുമായിരുന്നു. പിന്നെ അവരെ കുറിച്ച് പറയുന്നത് അറിയാമോ? ഫിൽത്തി കോൺവെർസേഷൻ ഓഫ് ദ വിക്കറ്റ് എന്ന് വെച്ചാൽ അവിടെ നമ്മൾ കാണുന്ന എന്താ? അധർമ്മം. നമ്മൾ 7-ാം വാക്യത്തിൽ അധർമ്മ പ്രവൃത്തി കണ്ടു എന്ന് വെച്ചാൽ ദേ ഡു വിക്കറ്റ് തിങ്സ്, അല്ലേ? അധർമ്മ പ്രവൃത്തി കണ്ടു. കേട്ടു എന്ന് വെച്ചാൽ എന്താ? ഫിൽത്തി കോൺവെർസേഷൻ. ഞാൻ പറയട്ടെ, ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, യുവ സഹോദരന്മാരൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ അസോസിയേഷൻ വളരെ പ്രധാനമാണ് കേട്ടോ. അസോസിയേഷൻ വിത്ത് ഹൂം വി ആർ അസോസിയേറ്റഡ്. ഞാൻ പറയുന്നത് ആത്മീയ ജീവിതത്തിൽ മാത്രമല്ല, വെളിയിലും അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ചില ആൾക്കാരുടെ വാക്കിൽ എന്തുമാത്രം തെറ്റായ വാക്കുകളാണ് വരുന്നറിയാമോ? ചില വിശ്വാസികളുടെ വാക്കിലും വരും. പെട്ടെന്ന് ചില വാക്കുകളൊക്കെ വരും. പണ്ടൊക്കെ നമ്മൾ പറയാൻ അറയ്ക്കുന്ന വാക്കുകളൊക്കെ ഇപ്പൊ പറയും. വളരെ സിമ്പിളായിട്ട് കൂളായിട്ടാണ് പറയുന്നത്. അതൊക്കെ ഒരു കോമൺ വാക്ക് പോലെ വന്നിരിക്കുക. എന്തുകൊണ്ടാ? റോങ് അസോസിയേഷൻ. ഞാൻ പറയട്ടെ, ഞാൻ കേട്ടിട്ടുള്ളതാണ്. എനിക്ക് ഈ ഇംഗ്ലീഷ് മൂവിയെ കുറിച്ച് നല്ല നിശ്ചയമില്ല, പക്ഷെ ഇംഗ്ലീഷ് മൂവി മുഴുവൻ ചീത്ത വാക്കാന്നാണ് പറയുന്നത്. മുഴുവൻ മോശം വാക്കാണ് അവരുപയോഗിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കും. വി നീഡ് ടു ബി വെരി വെരി കെയർഫുൾ അബൌട്ട് ഇറ്റ്. നമ്മൾ ഈ സോദോമിലെ ജനത്തെക്കുറിച്ച് അവർ മഹാപാപികളായിരുന്നു. ദൈവവചനം പറയുന്ന അവര് ദുഷ്ടന്മാരായിരുന്നു, മഹാപാപികളായിരുന്നു. അവരെന്തായിരുന്നു? അവർ അധർമ്മം ചെയ്യുന്നവരായിരുന്നു, അധർമ്മം സംസാരിക്കുന്നവരായിരുന്നു. വെച്ചാൽ ഫിൽത്തി കോൺവെർസേഷൻ, ആവശ്യമില്ലാത്ത വാക്കുകൾ. നമ്മുടെ വായിൽ നിന്ന് ആവാത്തൊന്നും, അത് ആരാ പറയുന്നത്? നമ്മൾ പഠിച്ചതാണല്ലോ, അല്ലേ? യാക്കോബ് എന്ത് പറയുന്നത്? ആവാത്തൊന്നും അരുത്. ഒരേ വായിൽ നിന്ന് എങ്ങനെയാ നല്ലതും അഴുക്കും വരുന്നത്? ഒരു ഉറവയിൽ നിന്ന് നല്ലതും അഴുക്കും വരാൻ ഒക്കുമോ? ഒന്ന് വാസ്തവത്തിൽ യുവ സഹോദരന്മാരെ കുറിച്ച് എനിക്കറിയാം. സഹോദരന്മാരുടെ മധ്യേ പോലും സഹോദരന്മാരും കുറവല്ലെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വാക്കുകൾ നമ്മൾ ഉപ്പിനാൽ രുചി വരുത്തതല്ലാത്ത അനേക വാക്കുകൾ സമൂഹത്തിൽ നമ്മുടെ മധ്യയിലേക്ക് കടന്നു വരുന്നു. അതിന്റെ കാരണം എന്താ അറിയാമോ? ഈ സോദോം നിവാസികളുള്ളതായിരിക്കുന്ന നമ്മുടെ ഇണയില്ലാപ്പിണയ കൂട്ടുകെട്ട. അത് നമ്മൾ ഒരിക്കലും പാടില്ല. നമുക്ക് അവരുമായിട്ട് ബന്ധം കൂട്ടൊന്നും വേണ്ടതല്ല. പക്ഷേ നമുക്കറിയാം, ലോത്ത് പോയി അവരുടെ മധ്യം ഇരിക്കാനൊക്കെ തുടങ്ങിയല്ലേ. അതിനെക്കുറിച്ച് നമ്മൾ പിന്നെ വരാം. അപ്പൊ ലോത്തിന്റെ ആ ജീവിത രീതിയിലേക്ക് പോയി. ലോത്ത് നീതിമാനായതുകൊണ്ട് വലഞ്ഞു പോയി. ഇത് കേട്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് നമ്മുടെ ആൾക്കാർ അത്ര സ്ട്രോങ് അല്ലാത്തതുകൊണ്ടായിരിക്കും. പക്ഷെ ചിലപ്പോഴൊക്കെ വാക്കുകളൊക്കെ നമ്മുടെ വായിൽ വന്നു എന്ന് വരാം. വെരി വെരി കെയർഫുൾ അബൌട്ട് ഇറ്റ്. സോ സോദം നിവാസികളെ കുറിച്ച് പറയുന്നത് ഫിൽത്തി കോൺവെർസേഷൻ ഓഫ് ദി വിക്കറ്റ്, അൺലോഫുൾ ഡീഡ്സ്, അധർമ്മം ചെയ്യുന്നവർ, സംസാരിക്കുന്നവർ, ദുഷ്കാമ പ്രവൃത്തിയിൽ തൽപരർ, അൺലോഫുൾ ഡീഡ്സ്, എന്ത് തെറ്റും ചെയ്യാൻ. സോദോമിലെ ആൾക്കാരെ കുറിച്ച് നമ്മൾ അടുത്ത ഭാഗത്ത് നമ്മൾ പഠിച്ചു വരുമ്പോൾ നമുക്ക് 19-ാം അധ്യായമൊക്കെ പഠിച്ചു വരുമ്പോൾ നമുക്കറിയാം അവിടെ ആ ജനങ്ങൾ എത്രത്തോളം അധർമ്മം ചെയ്യുന്നവരായിരുന്നു എന്നുള്ളത് നമുക്കറിയാനായിട്ട് സാധിക്കും. 19-ാം അധ്യായത്തിൽ വരുമ്പം ലോട്ട് വാസ് സിറ്റിംഗ് ആൻഡ് സ്റ്റേയിങ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദം, അല്ലേ? അവിടെ നമ്മൾ ആ വാക്യം നമ്മൾ പഠിച്ചവരും അറിയാം. ലോത്തിനെ ഇപ്പൊ കാണുന്ന എവിടെ നിന്നറിയാമോ? അവിടെ പോയപ്പോൾ അവർ കണ്ട എവിടെയാ? 19-ാം അധ്യായത്തിൽ കാണുന്ന എവിടെയാ? പട്ടണവാതിൽ. പട്ടണവാതിക്കലാ കാണുന്നേ. ഈവൻ ഡിസൈഡ് ടു ടേക്ക് സൺസ് ഇൻ ലോ ഫ്രം സോദോം. അവിടെ നിന്ന് മരുമക്കളെ എടുക്കാൻ പോലും അദ്ദേഹം തീരുമാനിച്ചു. ആലോചിച്ച് നോക്കൂ, എത്രത്തോളം താൻ ഈ സോദോമിലേക്ക് ഇറങ്ങിച്ചെന്നു. കാര്യമൊക്കെ ശരിയാണ്, ഇവരുടെ കേട്ട് അദ്ദേഹം വലഞ്ഞുപോയി എന്ന് പത്രോസ് പറയുന്നുണ്ട്. ക്യാൻ ബി ട്രൂ അല്ല, ഇറ്റ് ഈസ് ട്രൂ. കാര്യം ദൈവവചനം അങ്ങനെ പറഞ്ഞാൽ അതങ്ങനെ തന്നെയാ. പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ മധ്യ ഇപ്പൊ താമസം, അല്ലേ? പോയി അവസാനം സോദോമിൽ ചെന്നു. ഇപ്പൊ ചെന്നാല് ദൂതന്മാർ ചെന്നപ്പോ എവിടെയാ കണ്ടത്? അവിടെ തന്നെയാ, പട്ടണവാതൊക്കെ കണ്ടു അവരെ. എന്നിട്ട് എന്താ അവിടെ നമ്മൾ കാണുന്നത്? എന്താ? ഹി ഡിസൈഡ് ഈവൻ ടു ടേക്ക് സൺസ് ഇൻ ലോ ഫ്രം സോദോം. തൻ്റെ മരുമക്കളെ ഭർത്താക്കന്മാരെ എടുക്കാനായിട്ട് സോദോമിൽ തന്നെ തീരുമാനിച്ചു എന്നുള്ളതാണ്. നോക്കൂ, എത്ര താഴ്ചയിലേക്ക് ഒരു വിശ്വാസിക്ക്, ഒരു കാർണൽ ബിലീവറിന് പോകാനായിട്ട് സാധിക്കും എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. നമ്മളിത് വെറുതെ പഠിച്ചു പോവുകയല്ലേ. നമ്മുടെ എല്ലാ സഭകളിലും ദർ ആർ സ്പിരിച്വൽ പീപ്പിൾ ആൻഡ് കാർണൽ പീപ്പിൾ. കാർണൽ പീപ്പിളിന്റെ പ്രത്യേകതകളാണ് നമ്മളിവിടെ കണ്ട. ഈ ലോത്തിനെ സംബന്ധിച്ച് കണ്ട എന്താ? ഹി വാസ് ഓൾവേസ് കെയർഫുൾ അബൌട്ട് വെൽത്ത്, വേൾഡ്ലി തിങ്സ്,
അതുപോലെ തന്നെ താൻ താൻ നീതിമാനായിരുന്നു എന്ന് വളരെ പ്രത്യേകം പറയുന്നു. എന്ന് വെച്ചാൽ ഗലാത്യ ലേഖനത്തിൽ ആത്മാവിന്റെ ഫലത്തെക്കുറിച്ച് പറയുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പ്രസക്തമല്ല. സ്നേഹ, സന്തോഷം, സ്നേഹമൊന്നും വേണ്ട, നിനക്കുള്ളത് നിനക്ക്, എനിക്ക് യാതൊരു സ്നേഹമോ സന്തോഷമോ സമാധാനമോ ദീർഘക്ഷമയോ പരോപകാരമോ ഈ കാര്യങ്ങളിലൊന്നും എനിക്ക് യാതൊരു താല്പര്യമില്ല. കാര്യം എന്താ? ഐ എം നോട്ട് എ സ്പിരിച്വൽ മാൻ, ഐ എം എ കാർണൽ മാൻ. എവറിഥിങ്. അപ്പം നമുക്ക് തോന്നുന്നത് ശരിയാണല്ലോ, അല്ല അങ്ങനെ തന്നെ വേണ്ട. കാര്യം നമുക്കറിയാവുന്ന കോടതികളൊക്കെ അങ്ങനെ അല്ലേ? കോടതിയിൽ സ്നേഹത്തിന് പ്രസക്തി ഉണ്ടോ? ഇല്ല. കോടതി സ്നേഹത്തിനൊന്നും പ്രസക്തിയില്ല. സ്നേഹത്തിന്, സന്തോഷ സമാധാനത്തിനൊന്നും പ്രസക്തിയില്ല. അവിടെ ഒരു വെട്ട് 2 മുറി, അത്രയേ ഉള്ളൂ. കോടതിയുടെ നിയമം, ശരിയായ കോടതിയുടെ നിയമങ്ങൾ അങ്ങനെയല്ലേ? അങ്ങനെയാ. അപ്പൊ അതാണ് ശരിയെന്ന് നമുക്ക് തോന്നും. പക്ഷേ ദാറ്റ്സ് എ കാർണൽ ബിഹേവിയർ. ശരിയായ ആത്മീകനായിരിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഹി ഓൾവേസ് കൺസിഡർ ദ വിൽ ഓഫ് ഗോഡ്. ദൈവഹിതം നമ്മുടെ ജീവിതത്തിൽ നമ്മളെപ്പോഴും പരിഗണിക്കും. നമ്മളെപ്പോഴും വിട്ടുവീഴ്ച മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനായിട്ട് നമ്മളിടയാവും. നമ്മൾ ദൈവഭാഗത്താണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ ദൈവത്തോട് ചോദിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഹിതത്തിനനുസരിച്ചായിരിക്കും നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി കോൺസിക്വൻസ് ഓഫ് ഹിസ് റോങ് ചോയ്സ്, ഈ തെറ്റായ തിരഞ്ഞെടുപ്പിൻ്റെ അനന്തരഫലം നമുക്ക് കാണാനായിട്ട് കഴിയും. ഒന്ന്, ഹി വാസ് സെപ്പറേറ്റഡ് ഫ്രം അബ്രഹാം. സെപ്പറേഷൻ ഫ്രം എ മാൻ ഓഫ് ഗോഡ്. അബ്രഹാം എന്ന് പിരിഞ്ഞു എന്നുള്ളത്. ദൈവ ജനത്തിൽ നിന്ന് അഥവാ ദൈവ മകനിൽ നിന്ന് ലോത്ത് പിരിയാനായിട്ട് ഹി വാസ് സെപ്പറേറ്റഡ് ഫ്രം അബ്രഹാം. 2, ശത്രു രാജാക്കന്മാർ ആക്രമിച്ചു, തനിക്കുള്ളതിനെല്ലാം കൊണ്ടുപോയി. അടുത്ത അധ്യായത്തിൽ നമ്മളതാ പഠിക്കാൻ പോകുന്നത്. തിരിച്ചു കിട്ടി എന്നുള്ളത് സത്യമാണ്. പക്ഷേ എന്നാലും നഷ്ടപ്പെടാനുള്ളത് നഷ്ടപ്പെട്ടു, അല്ലേ? കുറച്ച് തീ തിന്നെന്നുള്ളത് സത്യമാണ്. കാര്യം ശത്രു രാജാക്കന്മാർ വന്നു, കൊണ്ടുപോയി. അവർ നമ്മൾ പഠിക്കുമ്പോൾ അറിയാം, തീരെ കുറഞ്ഞ ആൾക്കാരൊന്നും അല്ല കേട്ടോ ശത്രു രാജാക്കന്മാർ. ഒരിക്കലും തിരിച്ചു കിട്ടുമെന്ന് വിചാരിച്ച് കാണത്തില്ല, പക്ഷേ ഭാഗ്യത്തിന് കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ ശത്രു രാജാക്കന്മാർ വന്ന് എല്ലാം കൊണ്ടുപോയി. പിന്നെ നമുക്കറിയാം 19-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ കൂടുതൽ അറിയാനായിട്ട് കഴിയും. ഹി ലോസ്റ്റ് എവറിഥിങ്, അല്ലേ? ഹി ലോസ്റ്റ് എവറിഥിങ്. അപ്പോൾ ഒരു സിലക്ഷൻ, ദൈവത്തെ കൂടാതെ ഉള്ളതായിരിക്കുന്ന ഒരു സെലക്ഷൻ. ഈവൻ ദോ ഹി ഈസ് എ കാർണൽ ബിലീവർ, ഐ വിൽ നോട്ട് സേ ഹി ഈസ് എൻ അൺബിലീവർ, അങ്ങനെ ഞാൻ പറയത്തില്ല. ഹീസ് എ കാർണൽ ബിലീവർ, ജഡികനായിരിക്കുന്ന വിശ്വാസിയാണ്. പക്ഷേ ദൈവത്തിൻ്റെ ഹിതത്തിനനുസരിച്ച് താൻ ജീവിക്കാത്തത് കൊണ്ട് തൻ്റെ ജീവിതത്തിൽ വന്നതായിരിക്കുന്ന പ്രശ്നങ്ങൾ തന്നെ നമ്മൾ കാണരുതാത്ത സ്ഥാനത്താണ് നമ്മളിപ്പോൾ കാണുന്നത്, അല്ലേ? പട്ടണവാതിക്കൽ, സോദോമിൻ്റെ ഇത്രയും ദുഷ്ടന്മാരുള്ള പട്ടണവാതിക്കൽ, അവർ പറയുന്ന വാക്കുകളെല്ലാം അശ്ലീലമാണ്. അതൊക്കെ കേട്ട് തന്നെ അവിടെ ഇരിക്കുക അദ്ദേഹം വീട്ടിൽ പോയിരുന്നാൽ പോരെ, പക്ഷെ അതൊക്കെ കേട്ട് അവിടെ ഇരിക്കുക. അത് അങ്ങനെ കേട്ട് അതൊക്കെ കണ്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ട് അവിടുത്തെ ഈ സോദോമിലെ ജനങ്ങളുടെ അകൃത്യമൊക്കെ കണ്ട് താൻ അങ്ങനെ ജീവിച്ച് വരിക. എന്തോ ഒരു ജീവിത രീതിയാണ് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഹി ലോസ്റ്റ് എവറിഥിങ് ആൻഡ് ഹി ഹാഡ് ടു ഫ്ലഡ് ഫോർ ഹിസ് ലൈഫ്. അതുമാത്രമല്ല, നമുക്കറിയാം 19-ാം അധ്യായത്തിൽ തന്നെ, അത് വളരെ പ്രധാനപ്പെട്ട അധ്യായമാണ്. എനിക്ക് തോന്നുന്നു അടുത്ത പ്രാവശ്യം നമ്മൾ അവിടേക്ക്, ഈ ക്ലാസ് കഴിഞ്ഞ് അടുത്ത ക്ലാസ്സുകളിൽ അത് വരും. ദൈവം വെറുക്കുന്നതായിരിക്കുന്ന 2 ജനങ്ങളെ തൻ്റെ മക്കളിലൂടെ ഉണ്ടാകുവാനായിട്ടും ലോത്തിന് ഇടയായി എന്നുള്ളതാണ്. അപ്പം നമ്മൾ ലോത്തിൻ്റെ ജീവിതത്തെ നമ്മൾ നോക്കിയാൽ വി നീഡ് ടു ബി വെരി വെരി കെയർഫുൾ. 2 ജീവിതങ്ങളെ നമ്മൾ കണ്ടു. ഒന്ന്, അബ്രഹാം ബാക്സ്ലിഡൻ, ഹി ലോസ്റ്റ് മെനി തിങ്സ്. തനിക്ക് മുറിവുണ്ടായി എന്നത് ശരീരത്തിൽ മുറിവുണ്ടായി എന്നുള്ളതല്ല, തൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. പക്ഷേ അങ്ങനെ സംഭവിച്ചെങ്കിലും ഹി റീസ്റ്റോർഡ് ഹിംസെൽഫ്. പക്ഷേ ലോത്തിനെ സംബന്ധിച്ചിടത്തോളം ലോത്ത് ഒരു ജഡികനായിരിക്കുന്ന വിശ്വാസി ആയതുകൊണ്ട് തൻ്റെ ജീവിത രീതി എല്ലാം ഭൗതികമായിരുന്നു താൻ നോക്കിയത്. തൻ്റെ അസോസിയേഷൻ ഭൗതികമായിരിക്കുന്ന ആൾക്കാരുമായിട്ടായിരുന്നു. ഫൈനലി he had to lose everything. ഞാനൊരു കാര്യം പറയട്ടെ, ലൂസ് എവറിഥിങ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ധനമൊന്നുമല്ല നഷ്ടപ്പെടുന്നത്. വാട്ട് വി ലൂസ് ഈസ് ടെസ്റ്റിമണി. വാട്ട് വി ക്യാൻ ലൂസ് ഈസ് ടെസ്റ്റിമണി. കാർണൽ ബിലീവറെ സംബന്ധിച്ചിടത്തോളം, ഒരു ബാക്സ്ലിഡൻ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, വാട്ട് വി ക്യാൻ ലൂസ് ഈസ് ടെസ്റ്റിമണി. ദാറ്റ് വിൽ ക്രിയേറ്റ് സം വൂണ്ട്, അല്ലേ? സം വൂണ്ട് നമ്മുടെ ശരീരത്തിലുണ്ടാവും, എന്ന് വെച്ചാൽ നമ്മുടെ ഹൃദയത്തിലുണ്ടാവും. അത് നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കുമോ? ഒരിക്കലും ഒക്കത്തില്ല. 95 വയസ്സിൽ ജീവിച്ചിരുന്ന അന്ന് വരെ ഈ ബാക്സ്ലിഡൻ സ്റ്റേറ്റിൽ നമുക്ക് ഉണ്ടായതായിരിക്കുന്ന ആ ടെസ്റ്റിമണി ലോസ്, യു കനോട്ട് ടേക്ക് ഇറ്റ് ബാക്ക്. ദാറ്റ് ഈസ് ദെയർ ലൈഫ് ലോങ്, ദാറ്റ് യു കനോട്ട് ടേക്ക് ബാക്ക്. ദെയർഫോർ വാട്ട് വി ഹാവ് ടു ഡു ഈസ്
വി ഹാവ് ടു ബി വെരി കെയർഫുൾ അബൌട്ട് ഇറ്റ്. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഉണ്ടായത്, അബ്രഹാമിൻ്റെ സാറ ഫറവോൻ്റെ അരമനയിൽ പോയത്, ആ സംഭവം അബ്രഹാമിന് മായ്ച്ചു കളയാൻ ഒക്കുമോ? ഒക്കത്തില്ല. സോതോമിൽ പോയ ലോത്തിൻ്റെ ചരിത്രം, ലോത്തിൻ്റെ ജീവിത രീതികൾ, ലോത്തിന് തൻ്റെ മക്കളിലുണ്ടായത്, അത് മായ്ച്ചു കളയാൻ ഒക്കുമോ? പിൻതലമുറ വരെ അനുഭവിക്കുന്ന സംഭവമാണ്. അപ്പോൾ വി നീഡ് ടു ബി വെരി കെയർഫുൾ അബൌട്ട് അവർ സ്പിരിച്വൽ സ്റ്റാൻഡിങ് എന്നുള്ളതാണ് നമ്മൾ വാസ്തവത്തിൽ ഈ 2 അധ്യായങ്ങൾ നമുക്ക് പഠിക്കാനായിട്ട് സാധിച്ചത്. ഇനി നമ്മൾ 14-ാം വാക്യം മുതൽ അടുത്ത സ്റ്റേജാണ്. അവിടെ അബ്രഹാമിനെ ദൈവം ഉറപ്പിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 14-ാം വാക്യം മുതൽ വായിച്ചാട്ടെ. ലോത്ത് അബ്രഹാമിനെ വിട്ടുപിരിഞ്ഞ ശേഷം യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത്, തലപൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക. മതി അത്രയും മതി ഇപ്പൊ തൽക്കാലം. ലോത്ത് അബ്രഹാമിനെ വിട്ടുപിരിഞ്ഞ ശേഷം യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത്. ഇത് വളരെ പ്രധാന കേട്ടോ. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. കാര്യം എന്തുകൊണ്ടെന്ന് അറിയാമോ? ലോത്ത് വാസ് എ കാർണൽ ബിലീവർ. അതാണല്ലോ നമ്മൾ കണ്ടല്ലേ. ലോത്ത് വാസ് എ കാർണൽ ബിലീവർ. അബ്രഹാം ഈസ് എ സ്പിരിച്വൽ പേഴ്സൺ, വേറസ് ലോത്ത് ഈസ് എ കാർണൽ ബിലീവർ, ഓർ ലോത്ത് വാസ് എ കാർണൽ ബിലീവർ. അപ്പം ഇവിടെ നമ്മൾ വളരെ പ്രത്യേകമായിട്ട് കാണിക്കുന്ന ഒരു കാര്യമാണ് അസോസിയേഷൻ വിത്ത് കാർണൽ ബിലീവേഴ്സ് ഹിൻഡേഴ്സ് സ്പിരിച്വൽ ഗ്രോത്ത് ആൻഡ് ഡിവൈൻ ബ്ലെസ്സിങ്സ്. ഇത് വളരെ പ്രധാനം കേട്ടോ. നമ്മുടെ സഹോദരന്മാർ തമ്മിലാണെങ്കിലും യു നീഡ് ടു അസസ് വിത്ത് ഹും യു ആർ ഇൻ ഫ്രണ്ട്ഷിപ്പ് വിത്ത്. യു നീഡ് ടു അസസ്. അത് വളരെ പ്രധാനമാണ്. നമ്മൾ ഈ വായിക്കുന്നതൊക്കെ ഉണ്ടല്ലോ, നമ്മൾ വായിക്കുന്നത് അല്ലെങ്കിൽ പ്രസംഗം കേൾക്കുന്ന ഒരുപാട് പേര് പ്രസംഗങ്ങൾ ഇപ്പോൾ ഇൻ്റർനെറ്റിൽ കൂടെ കേൾക്കും. ഈ ചവറ് പ്രസംഗങ്ങളൊക്കെ ഉണ്ടല്ലോ, തമാശ പ്രസംഗങ്ങളൊക്കെ, അത് കേട്ടാൽ എന്നും അതൊക്കെ കേൾക്കത്തുള്ളൂ. എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമോ? കുറേ സമയമൊക്കെ അത് കേട്ട് സന്തോഷിച്ചൊക്കെ ഇരിക്കുക എന്നുള്ളതല്ലാതെ യു വിൽ നോട്ട് ഗെറ്റ് എനിത്തിങ് ഔട്ട് ഓഫ് ഇറ്റ്. അതേസമയം നല്ല 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 ഡീപ്പായിട്ടുള്ളതായിരിക്കുന്ന നല്ല ദൈവദാസന്മാരുടെ പ്രസംഗം കേട്ടാലോ, ദാറ്റ്സ് എ ബ്ലെസ്സിങ് അല്ലേ? ദാറ്റ്സ് എ ബ്ലെസ്സിങ്, ഓൾവേസ് എ ബ്ലെസ്സിങ്. അപ്പം ഞാൻ പറയാൻ വന്നത്, ഈവൻ ഇൻ ദ ചർച്ച് your association is very important. Your association with outside people are always important. Where you sit is important. Where your friendship is very important. നീ സോതോമിലാണോ ഇരിക്കുന്നുള്ള ശ്രദ്ധിക്കണം. സോതോമിന്റെ വാതിൽക്ക് ഇരുന്നുകൊണ്ട് നിന്റെ ഫ്രണ്ട്സൊക്കെ അങ്ങനെ തെറ്റായ വാക്കുകൾ, ശരിയല്ലാത്തതായിരിക്കുന്ന ഇംഗ്ലീഷ് വാക്കുകളൊക്കെ ഉപയോഗിക്കുന്ന ഫ്രണ്ട്സിന്റെ കൂടാണ് നിന്റെ അസോസിയേഷൻ എങ്കിൽ, അറിയാതൊക്കെ നമ്മൾ ചിലപ്പോൾ ആ വാക്കുകൾ അങ്ങനെയുള്ളവർ ഉപയോഗിച്ചെന്ന് വരും. നമ്മുടെ ജീവിതത്തെ അത് മലിനപ്പെടുത്തും അല്ലേ? നമ്മുടെ ജീവിതത്തെ മലിനപ്പെടുത്തും. Even in the assembly, you need to be careful about your association. എന്നും വഴക്കുണ്ടാക്കുന്ന ആളുമായിട്ട് നമ്മൾ കൂട്ടുകൂടി എന്തുണ്ടാവും? നമ്മളും എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന പോലെ നമ്മളും അതിനൂടെ കൂടിപ്പോവും. ആത്മീയരുടെ കൂടെ കൂട്ടുകൂടിയാലോ? ദൈവമക്കളുടെ കൂടെ കൂട്ടുകൂടിയാലോ? വായിച്ചാൻ പറ. ഭയങ്കര വ്യത്യാസം ഉണ്ടാവും. ആത്മീയരുടെ, നമ്മുടെ സഭയിലുള്ള അസോസിയേഷനും വളരെ പ്രധാനമാണ്. യു നീഡ് ടു അസോസിയേറ്റ് വിത്ത് ഗോഡ് ഫിയറിംഗ് പീപ്പിൾ. യു നീഡ് ടു അസോസിയേറ്റ് വിത്ത് പീപ്പിൾ ഹു ലവ് ഗോഡ്, ഹു റീഡ്സ് ബൈബിൾ, ഹു പ്രേസ്. അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് നമ്മുടെ അസോസിയേഷൻ വേണം. അതാണ് ഇവിടെ അബ്രഹാമിൻ്റെ കൂടെ ലോത്ത് താമസിച്ചു. പക്ഷെ ഇവിടെ ദൈവം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ലോത്ത് അബ്രഹാമിനെ വിട്ടുപിരിഞ്ഞ ശേഷം, ലോത്തുള്ള കാലത്തോളം അബ്രഹാമിനോട് ദൈവം നേരത്തെ സംസാരിക്കുന്നുണ്ട്. പക്ഷേ ലോത്ത് സോതോമിലേക്ക് പോയി, അബ്രഹാമിനോട് ദൈവം സംസാരിച്ചില്ല. ലോത്ത് വിട്ടുപിരിഞ്ഞു കഴിഞ്ഞപ്പോൾ അബ്രഹാമിനോട് ദൈവം സംസാരിക്കുക അല്ലേ? അതാ നമ്മൾ 14-ാം വാക്യത്തിൽ, ലോത്ത് അബ്രഹാമിനെ വിട്ടുപിരിഞ്ഞ ശേഷം യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത്. എന്നിട്ട് എന്താ വായിക്കുന്നത്? 14-ാം വാക്യം കൂടെ വായിച്ചാട്ടോ. 14 തൊട്ട് 18 വരെ വായിച്ചാട്ടെ. ലോത്ത് അബ്രാമിനെ വിട്ടുപിരിഞ്ഞ ശേഷം യഹോവ അബ്രാമിനോട് അരുളി ചെയ്തത്, തലപൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്തു നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക. നീ കാണുന്ന ഭൂമിയൊക്കെയും ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വതമായി തരും. ഞാൻ നിന്റെ സന്തതിയെ ഭൂമിയിലെ പൊടി പോലെയാക്കും. ഭൂമിയിലെ പൊടിയെ എണ്ണുവാൻ കഴിയുമെങ്കിൽ നിന്റെ സന്തതിയെയും എണ്ണാം. നീ പുറപ്പെട്ട് ദേശത്ത് നെടുകയും കുറുകയും സഞ്ചരിക്കുക, ഞാൻ അത് നിനക്ക് തരും. മതി, അത്രയും മതി. ഇവിടെ അബ്രഹാമിന് ദൈവം വീണ്ടും തൻ്റെ പ്രോമിസസ്, താൻ കൊടുത്തതായിരിക്കുന്ന പ്രോമിസസ് ഒന്നുകൂടെ ഉറപ്പിക്കുക. 13 അധ്യായത്തിൻ്റെ 14-15 വാക്യത്തിൽ അവിടെ നമ്മൾ കണ്ട എന്താ? പ്രോമിസ് ഓഫ് ലാൻഡ് അല്ലേ? ദേശത്തിൻ്റെ വാഗ്ദാനം കൊടുക്കുക. അവിടെ നമ്മൾ കാണിക്കുന്ന, നീ തലപൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക. നീ കാണുന്ന ഭൂമിയൊക്കെ ഞാൻ നിനക്ക് തരും.
നിന്റെ സന്തതിക്കും ശാശ്വതമായി തരും. ആ ഭാഗത്ത് ഒന്ന് ദേശത്തിന്റെ വാഗ്ദാനം കാണുന്നു, ഒന്ന് നീ കാണുന്ന ഭൂമിയൊക്കെയും, അല്ലേ? ഒന്ന് നീ കാണുന്ന ഭൂമിയൊക്കെയും. നമ്മൾ വാസ്തവത്തിൽ 12-ാം അധ്യായത്തിൽ അവിടെ 12-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷേ ഇവിടെ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, താൻ അവിടെ തന്നെ കേട്ടോ, ആ പറഞ്ഞ സ്ഥലത്ത് തന്നെ തിരിച്ചു വന്നു. അവിടെ ഇരിക്കുമ്പോൾ തന്നെ വീണ്ടും പറയുകയാണ്, ഞാൻ നിനക്ക് നീ തെക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക, നീ കാണുന്ന ഭൂമിയൊക്കെയും ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വതമായി തരും. അവിടെ ഒന്നാമതൊരു പ്രത്യേക കാര്യങ്ങൾ പറഞ്ഞത് എന്താ? ശാശ്വതമായി എന്ന്, ഫോർ എവർ, ശാശ്വതമായി. ദൈവം വാഗ്ദത്തം കൊടുത്തതാണ് ഈ പ്രദേശം. ദൈവം തരുമെന്ന് പറഞ്ഞ മാത്രമല്ല, ശാശ്വതമായി തരുമെന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ കർത്താവിൻ്റെ വരവ് വരെ കൊടുക്കുമെന്നാണ്. നമുക്കറിയാം ഇന്ന് ഈ മിഡിൽ ഈസ്റ്റ് സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഒരിക്കലും ദൈവവചനത്തിൻ്റെ അടിസ്ഥാനം നമുക്ക് പറയാൻ കഴിയും, ഒരിക്കലും ആർക്കും യഹൂദനെ അവിടെ നിന്ന് പറിക്കാനായിട്ട് സാധിക്കുമോ? സാധിക്കത്തില്ല. എത്ര ന്യൂക്ലിയർ ആർട്സുള്ള ആൾക്കാരുടെ ഉണ്ടെങ്കിലും ദേ കനോട്ട് ഡു ഇറ്റ്. കാര്യം എന്താ? ദൈവം എന്ത് പറഞ്ഞു? ഞാനത് കഴിഞ്ഞ 3400 വർഷം അല്ലേ, 3400 വർഷമായി ഒരു കുറേ കാലം അവരുടെ ഇല്ലായിരുന്നു. ആ ഭൂമി അവരുടെ നിന്നൊക്കെ പോയെന്ന് പറഞ്ഞാൽ അവരുടെ ഇല്ലായിരുന്നു. 1948 അവർക്ക് ഈ ഭൂമി തിരികെ കിട്ടിയത്. പക്ഷേ തിരികെ കിട്ടാതിരിക്കത്തില്ല. അവരെ അവിടെ നിന്ന് യാതൊരു മനുഷ്യർക്കും ഒരു കാലത്തും വിടുവാനായിട്ട് സാധിക്കത്തില്ല. കാര്യം ദൈവം എന്താ പറഞ്ഞത്? ഐ വിൽ ഗീവ് ഇറ്റ് ഫോർ എവർ. ഞാൻ ശാശ്വതമായിട്ട് നിനക്ക് തരാം. ദാറ്റ് ഈസ് വൺ തിങ്. അതൊരു ഒരു എക്സ്പാൻഷൻ ഓഫ് ദ എയർലിയർ പ്രോമിസാണ്. അവിടെ നിനക്ക് ഈ ഭൂമി തരും എന്ന് മാത്രമേ 12-ാം അധ്യായത്തിൽ നമ്മൾ കാണും. 12-ാം അധ്യായത്തിന് 7-ാം വാക്യത്തിൽ നിന്റെ സന്തതിക്ക് എൻ്റെ ദേശം കൊടുക്കുമെന്നേ പറഞ്ഞുള്ളൂ. പക്ഷേ ഇവിടെ 13-ാം അധ്യായത്തിൽ ലോത്ത് പോയി കഴിഞ്ഞപ്പോൾ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നീ വടക്കോട്ടും തെക്കോട്ടും ഇടത്തോട്ടും പടിഞ്ഞാറോട്ടും ഒക്കെ നോക്കി ഈ ഭൂമി മുഴുവൻ ഞാൻ നിനക്ക് തരാനായിട്ട് പോവുകയാണ്, ശാശ്വതമായി തരാനായിട്ട് പോവുകയാണ്. എന്നിട്ട് 17-ാം വാക്യത്തിൽ നീ പുറപ്പെട്ട് ദേശം നെടുകയും കുറയുകയും സഞ്ചരിക്കാൻ ഞാനത് നിനക്ക് തരും. അപ്പം ഞാൻ ഓർത്തു കേട്ടോ, ഇത് വായിച്ചപ്പോൾ ഞാൻ ഓർത്തു, ഗോഡ്സ് പ്രോമിസ് നീഡ്സ് ടു ബി ക്ലെയിംഡ്. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നമ്മൾ ക്ലെയിം ചെയ്യണം എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ നമ്മളെ സംബന്ധിച്ച് അനവധിയായ വാഗ്ദത്തങ്ങൾ ദൈവത്തിനുണ്ടല്ലേ. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല, അതുപോലെ തന്നെ ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. എന്തെല്ലാം വാഗ്ദത്തങ്ങളാണ് ദൈവവചനത്തിലുള്ളത്. വി നീഡ് ടു ക്ലെയിം ഇറ്റ്. ഇവിടെ അല്ലെങ്കിൽ അത് പറയേണ്ട ആവശ്യമില്ല. എന്തിനാ അബ്രഹാമിനോട് പറഞ്ഞു, നീ പൊക്കോ, നീ എല്ലായിടത്തും ഒന്ന് നീ പുറപ്പെട്ട ദേശത്ത് നെടുകയും കുറുകയും സഞ്ചരിക്കാം എന്ന് വെച്ചാൽ നീ കാണുന്ന എല്ലാ സ്ഥലവും നീ ഒന്ന് പോയി നോക്ക്, നീ കാണാം, എന്നിട്ട് ഞാനത് നിനക്ക് തരാം. വി നീഡ് ടു ക്ലെയിം ദ പ്രോമിസ് ഓഫ് ഗോഡ്. വി നീഡ് ടു ക്ലെയിം. നമ്മൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വാസ്തവത്തിൽ ദൈവസന്നിധിയിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമുക്ക് യു ക്യാൻ ക്ലെയിം ദ പ്രോമിസ് ഓഫ് ഗോഡ്. യു ക്യാൻ ക്ലെയിം. ദൈവം നമുക്ക് തരാമെന്ന് പറഞ്ഞാണെങ്കിൽ നമുക്ക് യു ക്യാൻ ക്ലെയിം ഇറ്റ്. ദൈവമേ, യു പ്രോമിസ്ഡ് ഇറ്റ്, ഗിവ് മീ. നമുക്ക് യു ക്യാൻ ക്ലെയിം ഇറ്റ് എന്നുള്ളതാണ് നമുക്ക് ഈ ഭാഗത്തു നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. രണ്ടാമത് ഈ ഭാഗത്ത് പുതുതായിട്ട് കൊടുത്ത ഒരു കാര്യം എന്താ? 16-ാം വാക്യത്തിൽ 16-ാം വാക്യം ഒന്ന് വായിച്ചാട്ടോ. ഞാൻ നിന്റെ സന്തതിയെ ഭൂമിയിലെ പൊടി പോലെ ആക്കും. ഭൂമിയിലെ പൊടിയെ എണ്ണുവാൻ കഴിയുമെങ്കിൽ നിന്റെ സന്തതിയെയും എണ്ണാം. അതാ എണ്ണമറ്റ സന്തതികളുടെ വാഗ്ദത്തം ദൈവം അബ്രഹാമിന് കൊടുക്കുക. നമുക്കറിയാം അബ്രഹാമിനെ സംബന്ധിച്ച് അബ്രഹാമിൻ്റെ സന്തതി പരമ്പരയിൽപ്പെട്ടതാണ് മുഴുവൻ അറബികൾ, അതുപോലെ തന്നെ യഹൂദന്മാര്. പിന്നെ ഗലാത്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്ന വിശ്വാസികളായിരിക്കുന്ന എല്ലാവരും അബ്രഹാമിൻ്റെ സന്തതികളാണ്. എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് ഇന്ന് ഉള്ള ജനതയിൽ ഒരു മേജർ പോർഷൻ അബ്രഹാമിൻ്റെ സന്തതിയായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും, അല്ലേ? യഹൂദൻ മാത്രമല്ല, അറബികൾ മാത്രമല്ല, വിശ്വാസികളായിരിക്കുന്ന എല്ലാവരും. ഗലാത്യ ലേഖനം 3-ാം അധ്യായം ഒന്ന് വായിച്ചോ, പെട്ടെന്ന്, നമുക്ക് സമയമുണ്ടല്ലോ, 5-8 മിനിറ്റ് മതി, തീരാറായി. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 7-9 വായിച്ചു. അതുകൊണ്ട് വിശ്വാസികൾ അത്രേ അബ്രഹാമിന്റെ മക്കൾ എന്നറിയുവിൻ. എന്നാൽ ദൈവം വിശ്വാസം മൂലം ജാതികളെ നീതീകരിക്കുന്നു എന്ന് തിരുവെഴുത്ത് മുൻ കണ്ടിട്ട് നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ള സുവിശേഷം അബ്രഹാമിനോട് മുമ്പ് കൂട്ടി അറിയിച്ചു. അത് മതി. അപ്പോൾ അവിടെ ഗലാത്യ ലേഖനത്തിൽ അപ്പോസ്തലൻ പറയുകയാണ്, വിശ്വാസികളായിരിക്കുന്ന നാം അബ്രഹാമിന്റെ സന്തതികളാണ്. വിശ്വാസികളുടെ പിതാവായിരിക്കുന്ന അബ്രഹാമിന്റെ സന്തതികളാണ് നാം എന്ന്
അവിടെ ഗലാത്യ ലേഖനത്തിൽ പിന്നെ പൗലോസ് തെളിയിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ് എണ്ണമറ്റ സന്തതികൾ, നിനക്ക് ദ പ്രോമിസ് ഓഫ് കൗണ്ട്ലെസ് ഡിസെൻഡൻസ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ ഭാഗത്ത് രണ്ട് പ്രത്യേകമായിരിക്കുന്ന പ്രധാനപ്പെട്ട വാഗ്ദത്തങ്ങൾ. ദേശം കൊടുക്കുമെന്ന് പറഞ്ഞു, നീ ഇടത്തോട്ടും വലത്തോട്ടും തെക്കോട്ടും ഒക്കെ നോക്കാൻ പറഞ്ഞു, ഇതെല്ലാം ഞങ്ങൾക്ക് തരാം, നീ നടന്നോളാൻ പറഞ്ഞു. പക്ഷേ അവിടെ ദൈവം അവനോട് പറഞ്ഞു, എന്താ പറഞ്ഞേ? ശാശ്വതമായി തരുമെന്ന് പറഞ്ഞു. ഐ വിൽ ഗീവ് ഇറ്റ് ഫോർ എവർ, അല്ലെങ്കിൽ നിനക്കിത് ശാശ്വതമായിട്ട് നിനക്ക് തരാം എന്ന് ദൈവം പറഞ്ഞു. രണ്ടാമത് ദൈവം അവനോട് പറഞ്ഞു, കൗണ്ട്ലെസ് ഡിസെൻഡൻസ് തരാം എന്ന് പറഞ്ഞു. ഇനി നമ്മൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക, അബ്രഹാമിനോടുള്ളതായിരിക്കുന്ന പ്രോമിസസ് ആർ അൺഫോൾഡഡ് ഇൻ സ്റ്റേജസ്. ദ ബ്ലെസ്സിങ്സ് ഓൾവേസ് ഡിപ്പെൻഡ് ഓൺ വെദർ വി ബിലീവ് ആൻഡ് സ്റ്റേ ഇൻ ഫെയ്ത്ത്. 12:1 ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശം അല്ലേ, എ ലാൻഡ് ദാറ്റ് ഐ വിൽ ഷൂ ദി, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശം. വളരെ ജനറലായിട്ട് ഉള്ള ഒരു പ്രോമിസ് മാത്രമാണ്. 12:1. 12:7 നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് അരുളി ചെയ്തു. പ്രോമിസ് ദ ലാൻഡ് ടു ഹിസ് ഡിസെൻഡൻസ് കൊടുത്തു. അത് ഷേഖേമി വന്നിട്ടാണ്. പിന്നെ ഒരു ടൈം ഗ്യാപ്പാണ് കാണുന്നത് അല്ലേ. അബ്രഹാം ഈജിപ്തിലായിരുന്നപ്പോൾ അബ്രഹാമിനൊന്നും കിട്ടിയില്ല. അതുപോലെ ലോത്ത് തന്നോടുകൂടി ഉണ്ടായിരുന്നപ്പോൾ തൻ്റെ ദാസന്മാർ, ലോത്തിൻ്റെ ദാസന്മാർ തമ്മിൽ വഴക്കുണ്ടായപ്പോഴും അബ്രഹാമിന് ദൈവം ഒരു വാഗ്ദത്വം കൊടുത്തില്ല. ദൈവം അബ്രഹാമിന് വാഗ്ദത്വം ആ കാലഘട്ടത്തിൽ കൊടുത്തില്ല. പിന്നീട് നമ്മൾ 13-ാം അധ്യായത്തിൽ ലോത്ത് വിട്ടുപിരിഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ ദ എക്സ്റ്റെൻറ്റ് ആൻഡ് പെർമനൻസ് ഓഫ് ദ പ്രോമിസ്ഡ് ലാൻഡ് ശാശ്വതമായി കൊടുക്കുമെന്ന് പറഞ്ഞു. അതുപോലെ അനവധിയായിട്ട് സന്തതിയെ കൊടുക്കും എന്നും ദൈവം വാഗ്ദത്വം ചെയ്തു. അപ്പം നോക്കൂ, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എപ്പോഴും ഇൻ സ്റ്റേജസാണ്. പക്ഷേ അതിനകത്തൊരു വ്യത്യാസം എന്തറിയാമോ? എല്ലാ സ്റ്റേജിലും അബ്രഹാം അതിൽ നിലനിന്നു എന്നുള്ളതാണ്. അബ്രഹാം അതിൽ നിലനിന്നു. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മളെ സമയം വളരെ ഇമ്പോർട്ടൻ്റാണ്. ആദ്യത്തെ സ്റ്റേജ് വളരെ ഫ്ലിംസിയാണ്. എന്താ? ഞാൻ നിന്നെ കാണിപ്പായ ദേശത്തേക്ക് പൊക്കോളാൻ പറഞ്ഞു. പക്ഷേ നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തി വായിക്കുമ്പോൾ അറിയാം, തേജോമയനായ ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ടാണ് പറഞ്ഞേ. അത് നമ്മൾ അപ്പോസ്തല പ്രവൃത്തി നമ്മൾ 1-ാമത്തെ ക്ലാസ്സിൽ പഠിച്ചതാണ്. തേജോമയനായ ദൈവം പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു. അപ്പം വെറുതെ അങ്ങ് വിശ്വസിച്ചൊന്നുമല്ല, ദൈവത്തെ കണ്ട് അറിഞ്ഞ് ആണ് വിശ്വസിച്ചത്. എങ്കിലും വളരെ ഫ്ലിംസി ആയിട്ടുള്ള ഒരു വാഗ്ദത്വമാണ്. നീ കാണിപ്പായ ദേശത്തേക്ക് പൊക്കോളാൻ പറഞ്ഞു. താൻ പോയി. എന്നാൽ അതിനുശേഷം പിന്നീട് ഷേഖേം വന്ന് പറഞ്ഞു, ഈ ദേശം നിനക്ക് തരാമെന്ന് പറഞ്ഞു. അപ്പോഴും എത്ര ദേശത്തിൻ്റെ എക്സ്റ്റെൻഡ് ഒന്നും പറഞ്ഞില്ല. എന്നാൽ ഇപ്പോൾ വീണ്ടും പറഞ്ഞു, ഞാൻ ഈ ദേശം മുഴുവൻ നിനക്ക് തരാൻ പോവാം. ഇനി നമ്മൾ അടുത്ത അധ്യായത്തിലാന്ന് തോന്നുന്നു, അവിടെ ആരൊക്കെയാണ്, അവിടെ അടുത്ത 15-ാം അധ്യായത്തിലാണ് ആ ദേശത്തെക്കുറിച്ചുള്ളതായിരിക്കുന്ന കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് 15-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യത്തിൽ കാണാനായിട്ട് കഴിയും. അവിടെയുള്ള ആൾക്കാരുടെ പേരൊക്കെ ദൈവം അബ്രഹാമിനോട് പറയുക. അപ്പോൾ അബ്രഹാം, പക്ഷേ എല്ലാ സ്റ്റേജിലും അബ്രഹാം he was faithful to God. അബ്രഹാം ദൈവത്തോടു കൂടെ ആയിരുന്നു നടന്നിരുന്നു എന്നുള്ളതാണ്. നമ്മൾ ഒരു കാര്യം കൂടെ ആലോചിച്ച് നോക്കണം. ഈ പറയുന്ന സമയത്തൊക്കെ അബ്രഹാം ഹാഡ് നോ പ്ലേസ് ഓഫ് ഹിസ് ഓൺ. ഈ ദേശം കൊടുക്കുമെന്ന് പറയുന്ന സമയത്തൊന്നും അബ്രഹാമിന് 1 സെന്റ് സ്ഥലം പോലും തൻ്റെ വകയായിട്ടില്ല. അത് നമ്മൾ എബ്രായ ലേഖനത്തിലാണ് വായിച്ചത്. എബ്രായ ലേഖനത്തിലാണെന്ന് തോന്നുന്നു, 11-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചതെന്ന് എനിക്ക് തോന്നുന്നത്. അത് ഇനിയും പ്രവൃത്തികളുടെ പുസ്തകത്തിലാണ് വായിച്ചത്, ഞാൻ ഓർക്കുന്നില്ല. ഒന്നുമില്ല, എബ്രായ ലേഖനത്തിൽ അതല്ലേ വായിച്ചത്. അവിടെ അബ്രഹാമിന് ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അത് എബ്രായ ലേഖനത്തിലാണ്. താൻ നല്ല പട്ടണത്തിനായിട്ട് കാത്തിരുന്നു എന്ന് പറയുന്നത് എബ്രായ ലേഖനത്തിലാണ്. അപ്പോൾ ഹി ഹാഡ് നോ പ്ലേസ് ഓഫ് ഹിസ് ഓൺ. കനാന്യരും പെരിസ്യരും അന്ന് അവിടെ ഉണ്ടായിരുന്നു. കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ കനാന്യരും പെരിസ്യരും ആ സ്ഥലത്തുണ്ടായിരുന്നു. തനിക്ക് ഒരൊറ്റ മക്കൾ പോലും ഇല്ല. ആലോചിച്ച് നോക്കൂ, എന്തൊരു പ്രോമിസല്ലേ, എന്തൊരു പ്രോമിസാ. അപ്പം ഞാൻ പറയുന്നത്, യാതൊരു ആശയ്ക്കും വകയില്ലാത്ത സമയമാണ്. 1 സെന്റ് സ്ഥലമില്ല. ആ സ്ഥലത്താണെങ്കിൽ കനാന്യരും പെരിസ്യരും താമസിക്കുന്നു. മക്കളുമില്ല. ദൈവം പറയാം, നിനക്ക് ഞാൻ ഇഷ്ടം പോലെ മക്കളെ തരും. ഈ കടൽക്കരയിലെ ഈ ലോകത്തിലെ പൊടിയൊക്കെ എണ്ണാമെങ്കിൽ അതുപോലെ മക്കളെ തരാമെന്ന് പറഞ്ഞു. ദ ഫെയ്ത്ത് ഓഫ് അബ്രഹാം ഈസ് റിയലി ഗ്രേറ്റ് ആൻഡ് ഹി സ്റ്റേഡ് ഇൻ ദ ഫെയ്ത്ത്. ഓരോ സ്റ്റേജിലും, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഓരോ സ്റ്റേജിലും നമ്മൾ ആ വിശ്വാസം മുറുകെ പിടിക്കാനായിട്ട് ശ്രമിക്കണം. ആൻഡ് വെൻ വി തിങ്ക് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് വർക്കബിൾ, ഒരിക്കലും സാധിക്കത്തില്ല എന്ന് തോന്നുന്ന സമയമായി. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ അങ്ങനെയല്ലേ? ആണോ അല്ലയോ? തീർച്ചയായിട്ടും. നമുക്ക് ചിന്തിച്ചറിയാൻ നോക്കും. മക്കളില്ലാത്തവരോട് പറയാം, നിനക്ക് ഒരുപാട് മക്കളുണ്ടാവും.
പിന്നെ 1 സെന്റ് സ്ഥലം കയ്യിലില്ലെന്ന് പറയാം, നിനക്ക് ഈ സ്ഥലം മുഴുവൻ ഞാൻ നിനക്ക് തന്നേക്കാം. പിന്നെ ഇതൊക്കെ നമ്മൾ വാസ്തവത്തിൽ അബ്രഹാം ദൈവത്തെ കണ്ടതുകൊണ്ട് അങ്ങ് വിശ്വസിച്ചുള്ള സത്യമായിരിക്കും. വിശ്വാസികളുടെ പിതാവാണല്ലോ, ഭയങ്കര വിശ്വാസവീരനാണല്ലോ, അതുകൊണ്ട് വിശ്വസിച്ച. പക്ഷേ നമ്മളും അങ്ങനെ തന്നെ വേണം കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ ആശയ്ക്ക് വിപരീതമായ ആശയോടെ വിശ്വസിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. പറ്റത്തില്ല എന്ന് വിചാരിക്കുന്ന സ്ഥാനത്ത് വിശ്വസിക്കാനായിട്ട് നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് വളരെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലയിലും നമുക്ക് അത് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ്. ഇനി 13-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ, അപ്പോൾ അബ്രാം കൂടാരം നീക്കി ഹെബ്രോനിൽ മമ്രയുടെ തോപ്പിൽ വന്ന് പാർത്തു, അവിടെ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു എന്നുള്ളതാണ്. അബ്രഹാം അവിടെ നിന്ന് കൂടാരം മാറ്റി. എന്തുകൊണ്ടാണ്? അവിടെ ഇച്ചിരി വഴക്കുണ്ടായി അല്ലേ? ആ സ്ഥലത്ത് ഇച്ചിരി വഴക്കുണ്ടായി. നാട്ടുകാർ കനാനയും പെരിസരും ഒക്കെ അത് കേട്ട് കാണും ഒരുപക്ഷെ. സോ ഹി ഡിസൈഡ് ടു മൂവ് ഔട്ട് ഓഫ് ഇറ്റ് ആൻഡ് ഹി വെൻ ടു മമ്രയുടെ തോപ്പിലേക്ക് താൻ വന്നു എന്നുള്ളതാണ്. ഇനി മമ്രയുടെ തോപ്പ് എന്ന് പറയുന്നത് പ്ലെയിൻ ഓഫ് മമ്രെ ഓർ ഓക്സ് ഓഫ് മമ്രെ, പല രീതിയിലാണ് ആ സ്ഥലത്തെക്കുറിച്ച് ട്രാൻസ്ലേഷൻസിലുള്ളത്. വെർ അബ്രഹാം ലിവ്ഡ് അണ്ടിൽ ഹിസ് ഡെത്ത് വാസ് നെയിംഡ് ആഫ്റ്റർ മമ്രെ ദ അമോറൈറ്റ്. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 13-ഉം 24-ഉം വാക്യങ്ങളിൽ മമ്രയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അന്നത്തെ നാളുകളിൽ വളരെ പ്രശസ്തരായിരിക്കുന്ന, അന്നത്തെ നമുക്കറിയാം ആ നാളുകൾ ഗോത്രപിതാക്കന്മാരുടെ നാളുകളാണ്. ഗോത്രപിതാക്കന്മാർ എന്ന് വെച്ചാൽ ഓരോ കുടുംബത്തിൻ്റെ തലവന്മാരാണ് അതിൻ്റെ പ്രധാനപ്പെട്ട വ്യക്തികൾ. അപ്പോൾ അവരുടെ പേരിലൊക്കെ അതിലേറ്റവും പ്രധാനപ്പെട്ട ആളുടെ പേരിലൊക്കെ സ്ഥലങ്ങളുണ്ടാവും. ഒരുപക്ഷെ മമ്രയുടെ തോപ്പിൽ, അത് മമ്രയുടെ സമതലത്തിലാണ്, ഒരുപാട് സ്ഥലം ഉണ്ടാവും. അദ്ദേഹത്തിന് അമൂര്യനായിരിക്കുന്ന മമ്രയുടെ പേരിലുള്ള സ്ഥലത്താണ് താൻ വന്ന സ്ഥലം വെച്ചത്. മരണം വരെ ആ തോപ്പിൽ, ആ സ്ഥലത്താണ് അബ്രഹാം താമസിച്ചത് എന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ നമ്മളിവിടെ വായിക്കുന്ന ഈ അധ്യായം അവസാനിക്കുന്നത് എങ്ങനെയാണ്? 15-ാം അധ്യായം, അവിടെ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. അത് വളരെ, നമ്മളിവിടെ നോക്കിയാൽ അനേക സ്ഥലങ്ങളിൽ നമുക്ക് ഇത് 3-ാമത്തെ യാഗപീഠം കേട്ടോ. അബ്രഹാം പണിയുന്ന 3-ാമത്തെ യാഗപീഠം. 4-ാമത്തെ യാഗപീഠം തൻ്റെ മകനെ യാഗം കഴിക്കാനായിട്ട് മോറിയമലയിലേക്ക് പോകുമ്പോഴാണ് പണിയുന്നത്. അപ്പോൾ അബ്രഹാം ചെല്ലുന്നിടത്തൊക്കെ യാഗപീഠം പണിതു. ഒരു വിശ്വാസിയുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനമാണ് അസോസിയേഷൻ വിത്ത് ഗോഡ്, ദൈവവുമായിട്ടുള്ള സംസർഗം. ആരാധന എന്ന് പറയുന്ന, ആരാധന മുടക്കാനായിട്ട് നമുക്ക് പാടുണ്ടോ? പാടില്ല. അതിന് നമുക്ക് അവകാശമില്ല. ആരാധന മുടക്കാൻ നമുക്ക് അവകാശമില്ല. ദൈവവുമായിട്ടുള്ള സംസർഗം എന്ന് പറയുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമാണ്. നമ്മൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കാം, കൃത്യസമയത്ത് അവസാനിപ്പിക്കാൻ കഴിഞ്ഞല്ലോ അല്ലേ? അപ്പോൾ നമ്മളെ ദൈവം സഹായിക്കട്ടെ. നമ്മൾ പല കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഒന്ന്, അബ്രഹാമിൻ്റെ ജീവിതത്തിലെ വീഴ്ചയെക്കുറിച്ച് നമുക്ക് ഓർക്കാനായിട്ട് കഴിഞ്ഞു. താൻ ഈജിപ്തിലേക്ക് പോയത് ഓർക്കാൻ കഴിഞ്ഞു. അത് തനിക്കുണ്ടായതായിരിക്കുന്ന മുറിവുകൾ ചിന്തിക്കാനായിട്ട് കഴിഞ്ഞു. എന്നാൽ കാർണൽ, ഒരു ജഡികനായിരിക്കുന്ന ഒരു വിശ്വാസിയായിരിക്കുന്ന ഒരു മനുഷ്യനെക്കുറിച്ച്, ലോത്തിനെക്കുറിച്ച് നമ്മൾ കാണാനായിട്ട് കഴിഞ്ഞു. നമ്മൾ ഏത് നിലയിലാണ് നമ്മുടെ ജീവിതം എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ അസോസിയേഷൻ ഔട്ട്സൈഡ് ദി ചർച്ച്, ഔട്ട്സൈഡ് ദ ബിലീവേഴ്സ്, നമ്മൾ എവിടെയാണ്? നാം സോതോമിൻ്റെ അനുഭവത്തിലൊക്കെ ആണോ? അങ്ങനെയുള്ളതായിരിക്കുന്ന ഫ്രണ്ട്സ് നമുക്കുണ്ടോ നമ്മൾ ചിന്തിക്കണം. യുവാക്കന്മാരും യുവതികളും പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം കേട്ടോ. പ്രായമായി കഴിഞ്ഞപ്പോൾ അങ്ങനത്തെ ഫ്രണ്ട്സൊക്കെ വളരെ കുറച്ചായിരിക്കും. പക്ഷേ പിള്ളേർക്കൊക്കെ ഒരുപാട് സ്കൂളുകളിലൊക്കെ കാണും നല്ലതല്ലാത്ത ഫ്രണ്ട്ഷിപ്പ്. അതൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വളരെ സൂക്ഷിക്കണം. അല്ലെങ്കിൽ നമ്മൾ സോതോമിൻ്റെ അനുഭവത്തിലേക്ക് നമ്മൾ പോകാനായിട്ട് സാധ്യതയുണ്ട്. അതിൻ്റെ പരിണിത ഫലം എന്ന് പറയുന്നത് ജീവിതത്തിൽ വളരെ 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 ഭയാനകമാണ്. തന്നെ സംബന്ധിച്ചിടത്തോളം ഹി ലോസ്റ്റ് എവറിതിങ്. ആശയറ്റവനായിട്ട്, ഒന്നുമില്ലാത്തവനായിട്ട് തനിക്ക് പോകേണ്ടതായിട്ട് വന്നു. തൻ്റെ നമുക്ക് കേട്ടുകൾ പോലില്ലാത്തതല്ലേ മക്കളിൽ കൂടെ വേറൊരു തലമുറ, ദൈവത്താൽ ശപിക്കപ്പെട്ടതായിരിക്കുന്ന 2 തലമുറകളെ, 2 വംശാവലിയെ ഉത്ഭവിക്കാനായിട്ടിടയായി. എന്തോ ഒരു ജീവിതമല്ലേ, എന്തോ ഒരു ജീവിതമാണ്. നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ അസോസിയേഷൻ എങ്ങനെയാണ്? ഈവൻ ഇൻ ദ ചർച്ച്, നമ്മുടെ അസോസിയേഷൻ, ആർ വി അസോസിയേറ്റിംഗ് വിത്ത് ബിലീവേഴ്സ്, മീൻസ് സ്പിരിച്വൽ പീപ്പിൾ ഓർ കാർണൽ പീപ്പിൾ? That's there in every assembly. There are carnal people and spiritual people. Where do we stand and where is our association? With whom we associate? ഇത് നമ്മൾ വളരെ പ്രത്യേകം ശ്രദ്ധിക്കണം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇന്നത്തെ പഠനവും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് ഒരു മുതൽക്കൂട്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവെ, വാഗ്ദത്തങ്ങളുടെ വിശ്വസ്തൻ ആയ ഞങ്ങളുടെ പിതാവെ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം